എത്ര വലിയ കടുത്ത തെറ്റിയവനാണെങ്കിലും ആ ലാസ്റ്റ് ഘട്ടത്തിൽ പടച്ചോനെ പറ്റി നല്ലൊരു വിശ്വാസം, എന്നെ റബ്ബ് രക്ഷിക്കും, അല്ല എന്നെ രക്ഷിച്ച ഓനിക്കൊന്നും കുറഞ്ഞു പോകാൻ, അവനോട് ആരോട് ചോദിക്കും ഇങ്ങനത്തെ പടച്ചോനാവട്ടെ, എനിക്കെന്ത് തിരിഞ്ഞെങ്ങനെ അവനാണ് സ്വർഗത്തിലാക്കുക, അള്ളാഹോട് അറിഞ്ഞു. അള്ളാഹിന്റെ പ്രവൃത്തി അള്ളാഹിനോട് ചോദിക്കപ്പെടൂല, ജനങ്ങളോടാണ് ചോദ്യം. എന്തെങ്കിലും നിസ്സാര സംഗതി ഉണ്ടാവും, അതുകൊണ്ട് അവൻ്റെ എല്ലാം കൊടുത്തു വയ്ക്കണ്ട. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തെന്നാ നമുക്കിപ്പോൾ തിരിയില്ല. അത് ചില മനുഷ്യൻ്റെ ഒക്കെ ഉണ്ടാവും, ആണ്ടിനോ പെണ്ണിൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് ഭാരതത്തിലായി മരിക്കുക നോക്കുമ്പോൾ ഞാൻ മരിച്ച പരലോകത്ത് കുത്തി തന്നെ ആയിരിക്കും, ഒരു ലക്ഷ്യം എനിക്ക് പരലോകത്തുണ്ടല്ലോ. അങ്ങനെ ഒന്നുമല്ല. അള്ളാഹിനെ കൊണ്ട് വിചാരിക്കേണ്ടത് റബ്ബിനെ കൊണ്ട് നല്ല ഭാവന, എന്നെ അല്ല രക്ഷിക്കും, ഇനി രക്ഷിക്കണേ പടച്ചോനെ എന്ന് അള്ളാഹ്. ചിന്തിച്ചോ, ഇന്നീ പറയുന്ന വിഷയങ്ങളൊക്കെ ഇന്ന് തന്നെ ഒരു പക്ഷേ നമ്മളൊക്കെ ഏതെങ്കിലും വീട്ടിൽ ആവശ്യം വരും. ചിന്തിച്ചോ, ഫൈദാ മാത്ത, ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചാൽ ആ തടിയിൽ 7 സംഗതി ചെയ്യണം. ഒന്നാമത്തെ സംഗതി എന്താണ്? ആ മനുഷ്യന്റെ 2 കണ്ണിങ്ങനെ തുറന്നിരിക്കും മരിച്ചാൽ. ഇങ്ങനെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ അതിൽ കണ്ണും താപിയ, എല്ലാ അവയവത്തിനും റൂഹിനെ പിടിക്കും. കണ്ണിങ്ങനെ തുറന്നുകൊണ്ട് കണ്ണിന്റെ മുഖത്ത് പോയിക്കില്ലേ കുഞ്ഞോളാജി, കണ്ണ് തുറന്നിരിക്കണം നോക്കുന്ന, അങ്ങനെ ഒന്നും ഇനി വിചാരിക്കണ്ട. റൂഹ് പോയോ, കണ്ണിൻ്റെ പോയി, അതുകൊണ്ട് കണ്ണുകൾ ചിമ്മിപ്പിച്ചോ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ പറഞ്ഞു നോക്കും മോനെ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ പറഞ്ഞു നോക്കും മോളെ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊന്ന് ചിമ്മിപ്പിക്കണം. 7ൽ ഒന്നാമത്തെ സംഗതി അതാണ്, എണ്ണിപ്പടിച്ചോ. 2ാമത്തെ സംഗതി ഒരു വീതിയുള്ള തുണി കഷ്ണം എടുക്കുക, എന്നിട്ട് താടിയലിന്റെ താഴ്ഭാഗത്ത് കൂടി മൂർധാവിന്റെ മധ്യത്തിൽ കൂടി ശരിക്കൊന്ന് കെട്ടിക്കൊടുക്കണം. എന്തിനാണത്? റൂഹി പിരിയുമ്പോൾ എന്തോരവസ്ഥ, ഇങ്ങനൊക്കെ ഉണ്ടാകുക. അപ്പൊ കണ്ണും തുറന്ന് വായും തുറന്ന് ആ വികൃത രൂപത്തിലാകുമ്പോ ഓന്റെ സ്വന്തം പെണ്ണ് കോളം മാപ്പിള നോക്കാൻ തോന്നുന്നു. ചില പിരിശത്തുന്ന പെണ്ണുങ്ങളെ അയ്യൊരു കോലത്തിൽ ആ പെണ്ണുങ്ങളെ മൗത്തിന്റെ സ്വന്തം മാപ്പിളക്കുള്ളവരോട് മുഴുവൻ നോക്കാൻ തോന്നൂല. എന്തോ ഒരു ബേജാറും ബെത്തപ്പാടിനും ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ പിരിഞ്ഞു വേഗം കണ്ണാട് ജിമ്മിപ്പിക്കുക, ഒരു തുണി റെഡിക്കൊന്നാട് കെട്ടുമ്പോ ഇങ്ങനെ കൂടി അടക്കും, കണ്ണും പൂട്ടി അടക്കും. അപ്പൊ ശരിക്കും ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരിക്കും. അപ്പൊ 7 സംഗതിയാണ് ശരീരത്തിൽ ഉടനെ ചെയ്യേണ്ടത്. 7ൽ നിന്ന് 2ആണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്. 3ാമത്തെ സംഗതി അവയവങ്ങളൊക്കെ നിവൃത്തി മടക്കി മയമാക്കുക. നമ്മളെ ശരീരത്തിൽ എല്ലാ ഞരമ്പുകളും രക്തം നടക്കുന്നു. രക്തം പരിശോധിക്കല്ലേ, സിസ്റ്റർ അല്ല ഡോക്ടർ സിറിഞ്ചെടുത്ത് ഒന്ന് കടത്തി ഒരു നരമ്പൻ പരിശീലനം എടുക്കുക. രക്തം ഏത് ഞരമ്പിലുണ്ടാവും രക്തം. ശരീരമാസകലം രക്തം നടക്കുന്നു. മൗത്തോടുകൂടി രക്തത്തിന്റെ ഓട്ടം നിലക്കും. ആ രക്തം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടാനുസരണം കയ്യും കാലൊക്കെ മടക്കാനും നീർക്കാനൊക്കെ കഴിയുന്നത് രക്തത്തിന്റെ ഓട്ടമാണ് അതിന്റെ മുഖ്യമായ സംഗതി. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് സൗകര്യപ്പെടുന്നത്. മരിച്ചാൽ പിന്നെ രക്തം ഓടൂല. രക്തം ഓടാതെ ബേയാണ്ട് മരിച്ചു. ആ പെങ്ങട് ചെയ്യേണ്ട 3ാമത് സംഗതി, എണ്ണ തീർന്നാൽ ലേശം നേരം വിളക്ക് കത്തൂലോ. അപ്പൊ ഇതുവരെ മടങ്ങി നീർക്കുകയൊക്കെ ചെയ്ത ഈ കയ്യും കാലും റൂഹി പിരിഞ്ഞാലും ഒരു കുറച്ച് സമയം മരയിക്കാണ്ടുണ്ടാവും. അതുകൊണ്ട് അവയവങ്ങളൊക്കെ നീർത്തി മടക്കി കൈ എന്താ ഇങ്ങനെ മുട്ടിന്റെ മേൽപോട്ട് നമ്മളൊക്കെ, അതുപോലെ കാല് മുട്ടിലെ ഒന്ന് മുട്ടിന്റെ മേലെ ഒന്ന് മടക്കി നിൽക്കുകയും ചെയ്യുക. തെല്ലിയൊരു മഫാസിൽ. ഇതാണ് 3ാമത്തെ സംഗതി, അവയവങ്ങളെ നിവൃത്തി മടക്കി മയമാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മരവിക്കൂല. എത്രത്തോളം കിതാബിൽ പറയുന്നു,
ഈ മയ്യത്തിനെ കാണാനും തൊടാനും പറ്റാത്ത ആളാ മരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു എത്തിപ്പെടുന്നുമില്ല. ഒരു 3 മണിക്ക് ഒരുത്ത 10,000 വീണതാ. 10,000 അടിച്ചാണില്ല ഇപ്പൊ താണേ. ഇങ്ങനെയാ വീട്. ആടുള്ള ഓന്റെ പെണ്ണുങ്ങൾ അനിയത്തിയ, അല്ല ഓന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളാ. ഏട്ടന്റെ പെണ്ണുങ്ങൾക്ക് അനിയനെ കണ്ടുവിടാലോ, അനിയന്റെ പെണ്ണുങ്ങൾക്ക് ഏട്ടനെയും കണ്ടുവിടാലോ. ഓന്റെ പെണ്ണുങ്ങളെ അനിയത്തിക്ക് ഏട്ടത്തിന്റെ മാപ്പിളനെ കണ്ടുവിടാലോ. അപ്പൊ കാണുവാനും തൊടുവാനും പറ്റാത്ത ആളെ പുരയിലുള്ളൂ. അവിടെ കറണ്ടില്ല, അവിടെ ലൈറ്റില്ല. 3 മണിക്കാ കുറേ ദൂരിയാ, അതിന്റെ അടുത്ത് പുരയില്ല. അട്ടാഴ്ച ആറും അങ്ങനൊക്കെ വന്നൂടെ. അപ്പൊ ഇങ്ങനെ 10,000 വീണ ഈ മനസ്സിനെ നാളെ 10 മണി വരെ ഇങ്ങനെ കിടത്തി ആളുടെ പേര് ഇങ്ങനെ ഉണ്ടായില്ല, ഇങ്ങനെ ഉണ്ടാകുക. അപ്പൊ മനസ്സിനെ കുളിപ്പിക്കുക എടുക്കുക, എന്തൊരു വിഷമം ഉണ്ടാവും. ഓനൊക്കെ എടുത്ത സാധാരണ മയ്യത്തെട്ടിൽ പറ്റുമോ? ഓനെ കബറിലൊക്കെ എത്ര പേരെ കബറ് പോയിക്കേണ്ടി വരും. എല്ലാം ബനല്ലേ. അപ്പൊ കാണുവാനും തൊടുവാനും പറ്റാത്ത ആളാ ഉള്ളതെങ്കിലും ഈ പ്രാഥമികമായ സംഗതി പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. നീ കൈമളത്തെ തുണിയാട് ചുറ്റിക്കോ, അത് പിന്തിക്കണ്ട. 7 സംഗതിയാണ് റൂഹ് പിരിഞ്ഞാൽ ഈ തടിയിൽ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സംഗതി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മിപ്പിക്കലാണ്. രണ്ടാമത്തെ സംഗതി താടിയലിൻ്റെ താഴ്ഭാഗത്ത് കൂടി മൂർധാവിൻ്റെ മധ്യത്തിൽ കൂടി ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടലാണ്. മൂന്നാമത്തെ സംഗതി അവയവങ്ങളെ നിവൃത്തി മടക്കി മയമാക്കലാണ്. നാലാമത്തെ സംഗതി മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ ആണേ പെണ്ണെ ശ്രദ്ധിച്ച് ഏത് വീട്ടിലും ആവശ്യം വരും. മരിക്കുമ്പം തടിയുമല് ധരിച്ച വസ്ത്രങ്ങളൊക്കെ ആണ്ട് മാറ്റുക. എന്നിട്ട് വൃത്തിയുള്ള തുണി കൊണ്ട് ഔറത്ത് മറക്കുക. മൗത്ത് വരുത്തം വലിയ ശക്തിയാ. ആണിനും ശക്തിയാ, പെണ്ണിനും ശക്തിയാ. ചിലർ അപ്പട് ഛർദിച്ചു വരുമ്പോഴും കഫൊക്കെയായി, ചിലർ രക്തം ഛർദിക്കൂ, ചില മൂത്രമൊക്കെ ചെറുചെറുന്ന് പറയാണ്ട് വെയ്യൂ, അറ്റാക്കൊണ്ടൊക്കെ മരിക്കും. അതൊക്കെ ഭയങ്കര വേദനയുടെ സംഗതിയല്ലേ. അപ്പം മിക്കവാറും മൗത്ത് പിരിഞ്ഞാല് പത്തിപ്പോയിക്കുണ്ടാവും, ചിലപ്പോൾ തൂറിപ്പോയിക്കുണ്ടാവും, ചിലപ്പോൾ തറച്ചുപോയിക്കുണ്ടാവും. അപ്പം മേത്തുള്ള തുണിയൊക്കെ നജീസുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യത. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഈ തടിക്ക് ചെയ്യേണ്ട 7-ൽ 4-ാമത്തെ സംഗതി മരിക്കുമ്പോൾ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഔറത്ത് മറക്കുക. ഇത് പഠിക്കണേ കേട്ടോ. പെട്ടെന്ന് നെഞ്ഞുവെഞ്ഞായി CM കൊണ്ടുപോയി, അവിടുന്ന് മരിച്ച് ഇങ്ങ് കൊണ്ടുവന്ന് പറമ്പിലൊരാളയച്ച്, തുണിക്കൊരാളയച്ച്, ഒരു പേര് 10 ആളിലെത്തി വളം കെടുക്കുക. മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി കിടത്തിയാൽ അവൻ്റെ പാൻറ് കഴിക്കൽ, അവൻ്റെ ഷണ്ടി കഴിക്കൽ. ഇതെല്ലാം പല വീട്ടിലുമുള്ള അനുഭവങ്ങൾ. ഇതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതേത് വീട്ടിലും ആവശ്യം വരുന്ന സംഗതിയാണ്. 4-ാമത്തെ സംഗതി ഇതാണ്. 5-ാമത്തെ സംഗതി വസുത്തിറ ജമീഉ ബദനിഹി ബിസൗബിൻ ഖഫീഫ്. വസുത്തിറ ജമീഉ ബദനിഹി ബിസൗബിൻ ഖഫീഫ്. ഒരു കട്ടി കുറഞ്ഞ തുണി കൊണ്ട് ശരീരമാസകലം ഒന്ന് മൂടിക്കൊടുക്കുക. ശരീരമാസകലൊന്ന് മൂടിക്കൊടുക്കുക. ഒരു കട്ടി കുറഞ്ഞ തുണി, അതാ മൂടിയാണ്. ഇങ്ങനെ മുസ്ലിംകാരെ കാണണ്ടോലിക്ക് കാണാം. അതെങ്ങനെ? ആ മുഖം ഒന്ന് പൊന്തിച്ച് ഒന്നോല് കണ്ടിട്ട് അങ്ങോട്ട് മറച്ചേക്കട്ടെ. ഇതിപ്പം കുറച്ച് കാലമായിട്ട് വന്ന കുറേ വിധേയത്തിൽ, ആ വിധേയത്തിൽ ഇവിടെ നേർന്ന് സംസാരിക്കരുത്. എൻ്റെ അഭിപ്രായം ഇതാ, ഇക്കാലത്ത് നടക്കുന്ന വിധേയത്തിനെ പറ്റി ആ സംസാരിക്കരുത്. നമ്മളിപ്പോൾ കുറേ കാലം വഹാബി മൗദൂദ് സംസാരിക്കരുത്. വഹാബിക്ക് സലാത്തിലാണോ, മൗദൂദ് സലാത്തിലാണോ, ജോറിയാണ്. അത് കുറേ കാലമായില്ല പറയും. ഇവിടെ ഞാൻ വള്ളിയാട്ടപ്പള്ളിയിൽ നിന്ന് മീസാൻ ഓതുമ്പോൾ ഈക്കയും പതിയും വന്ന് ആടിക്കെട്ട് മുതലാളിൻ്റെ പുരയിൽ വഹാബിയോട് സംസാരിക്കുക. വള്ളിയാട്ടപ്പള്ളിയിൽ നിന്ന് കുറ്റ്യാടി മുക്കത്താലിക്കുട്ട പുരവരെ നടന്നു വലിയ കുട്ടിയാണ്. അന്നേ തുടങ്ങിയതായി വഹാബിന്റെ പ്രശ്നം. എൻ്റെ അഭിപ്രായം പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇക്കാലത്ത് നടക്കുന്ന കുറെ വിദഗ്ധൻ അതിനെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക. അത് ഈ കാലത്ത് ആവശ്യമാണ്. ഇപ്പൊ ഒരു ദർശനത്തിന് വെക്കല, മയ്യത്തിന്റെ മുഖം ഇങ്ങനെ തുറന്നിട്ട് ഒരു ദർശനത്തിന് വെക്കും. എല്ലാവരും വന്ന് കാണുകയാണ്. പാർട്ടി ഓഫീസിലും വെക്കും, ടൗൺ ഹാളിലും വെക്കും,
എല്ലാവരും ഒന്ന് കാണുക. ഇന്നാളെന്നില്ല, നമ്മളുടെ പ്രിയങ്കരനാകുന്ന PV മുഹമ്മദ് സാഹിബ് മരിച്ചപ്പോൾ ആസ്പത്രിയിൽ നിന്ന് മരിച്ചതാണ്. കൊണ്ടുവന്നിട്ട് ബാതുക്കല കൊനാലിങ്ങനെ കിടത്തി മുഖം തുറന്നിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. അപ്പോൾ സ്പീക്കറും അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട്. കണ്ടവർ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക, കാണാത്തവർക്ക് ജനാസ കാണാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കണ്ട് ഒരു മണിക്കൂറോളം ആണുങ്ങളുടെ സമ്മതം. അപ്പോഴേ പിന്നെ അനൗൺസ്മെന്റ് മാറ്റി, ദയവായി പുരുഷന്മാരെന്ന് സ്ഥലം മാറിക്കൊടുക്കുക, നമ്മളുടെ സഹോദരിമാർക്ക് ജനാസ കാണാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക. പെണ്ണുങ്ങൾക്കൊരു ധ്വനി കേൾക്കുകയല്ലേ ചെയ്യണ്ടു. അപ്പോഴൊക്കെ തുടങ്ങിപ്പോ പിന്നെ പെണ്ണുങ്ങളെ തവാഫ. അതിലയച്ചുകൊണ്ട് കുഞ്ഞാമിയുണ്ട്, ചിരിതയുണ്ട്, മാതി എല്ലാം തവാഫ. ഇത് നിർത്തിയേ പറ്റൂ. എത്ര വലിയ നേതാവായാലും ശരി, ഇത് നിർത്തിയേ പറ്റൂ. മയ്യത്തിനൊട്ടാകെ മൂടിയിട്ട് കിടത്തുക. ഹയാത്ത് കാലത്ത് കാണാൻ പറ്റുന്നോരിക്ക് മരിച്ചാലും കാണാം. ആണിനാണിനെ കാണാം, പെണ്ണിനെ കാണാം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇല്ല. കളപ്പാമ്പള് നോക്കാരുക, എൻ്റെ കളപ്പ് വരില്ലേ, കളപ്പിന് ഞാണില്ലേ. മാപ്പിടെ തന്നെ വന്നീനു, ഇനി നാളെ പണിക്ക് വരണട്ടോ, നമുക്ക് പെട്ടെന്ന് 3-4 പണിക്കാരാവശ്യമുണ്ട്. നമ്മൾ ആടെ പോവില്ല, രാജൻ്റെ ആടെ ചന്ദ്രൻ്റെ ആടെ നമ്മൾ കാണൂലേ. അപ്പൊ നമ്മൾ മരിച്ചാൽ ചന്ദ്രനിക്കൊന്ന് കണ്ടൂടെ, ബാലനൊന്ന് കണ്ടൂടെ. മറ്റേ കൊടുത്ത് കൊടുവെള്ളം വേണ്ടിയാണ്. ഇൻ്റെ ഉമ്മ കൊടുവെള്ളത്ത് നറാണിക്ക് കൊടുത്തില്ലേ? എന്താ നറാണി കൊടുവെള്ളം തരാത്ത്? ഇതോടെ മറ്റേ കൊടുവെള്ളത്ത നറാണി വന്നില്ലേ? ആണിനെ പെണ്ണിനെ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ആ മുഖം പൊന്തിച്ചൊന്ന് കണ്ടോട്ടെ, ഇങ്ങനെ തുറന്നിടണ്ട. പെട്ടെന്ന് അറ്റാക്ക് കൊണ്ടൊന്ന് മരിച്ചാൽ ആ പുരക്കാർക്കും ഓരിയാർക്കും ഒന്നും ഒരു നിയന്ത്രണം കിട്ടുമല്ല, എല്ലാം കൂടി നിലവിളിയായിരിക്കും. അന്നേരം ആടെ വെഞ്ഞ് കാണില്ല, പെണ്ണെ ഇഞ്ഞങ്ങോട്ട് പഠിഞ്ഞ് പെണ്ണല്ലേ എനിക്കിങ്ങനെ ഇവരെ കാണുക എന്തൊന്ന് പറഞ്ഞാലൊന്നും അന്നേരം നടക്കൂല. അത് ഉറപ്പാ. അതിനുള്ള ശാശ്വതമായ പരിഹാരമാണ് മിൻഹാജിൽ പറയുന്നു, ഒരു കട്ടി കുറഞ്ഞ തുണി കൊണ്ട് ശരീരമാസകലം മൂടണം. ഇതാണ് 5ാമത്തെ സംഗതി. 6ാമത്തെ സംഗതി, ഒരൽപ്പം കനമുള്ള, ഒരു 4-5 ഉറുപ്പത്തുന്ന കനമുള്ള ഒരു ചെറിയ സാധനം മയ്യത്തിന്റെ പള്ളേമ്മൽ വെക്കണം. അത് ഈ മൂടിയ തുണിന്റെ മേലെയായാലും ശരി, മൂടിയ തുണിന്റെ ഉള്ളിലായാലും ശരി. ലാകിന്നഹു ഫൗഖഹു, ഔലാ മേലെ വെച്ചോ, അതാണ് കൂടുതൽ നല്ലത്. അത് വയറ് വീർക്കാതിരിക്കാനാണ്. വാഹനത്തിനും മറ്റുമൊക്കെ തട്ടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ട പൂച്ചയും നായുമൊക്കെ പഞ്ചായത്തിൻ്റെ അധിക പ്രത്യേകം അതിനെ പെട്ടെന്നെടുത്ത് മാറ്റാൻ ഓർഡറാക്കി മാറ്റിയില്ല. അങ്ങനെ ഒരു 10-20 മണിക്കൂർ ആകുമ്പോൾ പൂച്ചൻ്റെ പള്ളിങ്ങനെ വീർത്തിട്ടുണ്ടാകും. ആ ചത്ത നായിൻ്റെ പള്ളിങ്ങനെ വീർത്തിട്ടുണ്ടാകും. വയറ് വീർക്കുക എന്ന സംഗതി ഏത് ജീവിക്കും സംഭവിക്കുന്നതാണ്. ഒരു മരിച്ച മയ്യത്തിൻ്റെ പള്ളിങ്ങനെ പൊന്തിയാൽ കണ്ണും തൊള്ളയും തുറന്നാൽ കാണാൻ പ്രയാസമുള്ളതിനേക്കാൾ കൂടുതൽ വയറിങ്ങനെ പൊന്തിയാലുണ്ടാകും. അത് പൊന്താതിരിക്കാനാണ് ആ ചൂട് മാറുന്നതിൻ്റെ മുൻപ് ഒരു കനമുള്ള സാധനം പള്ളൻ്റെ മേലെ വെക്കണം. ഇതാണ് 6ാമത്തെ സംഗതി. 7ാമത്തെ സംഗതി, മരണമാസന്നമായ വ്യക്തിയെ എങ്ങനെയാണോ കിടത്തേണ്ടത് അതുപോലെയാണ് മരിച്ച മയ്യത്തിനെയും കിടത്തേണ്ടത്. നമ്മളുടെ നാട്ടിലൊക്കെ മരിച്ചാൽ പിന്നെ മലർത്തിയാണ് കിടത്താറ് പതിവ്. ദോഷമില്ല, മലർത്തിയാണ് കിടത്തുന്നതെങ്കിൽ 2 കാല് കിബിലന്റെ ഭാഗത്ത്, അതിൻ്റെ എതിർവശത്ത് അങ്ങനെ തന്നെ കിടത്തണേ, ഉറപ്പാണ് കേട്ടോ. ഒരു ഇഷ്കാലും ഇല്ലേ. ഇതെന്താ കുഞ്ഞുമോനെ ഈ കാലാ പടിഞ്ഞാറോട്ട് വെക്കുന്നു, ജുമ്മോ എനിക്ക് ഇത്തിരി ആക്കലുണ്ടായിപ്പോ, തലക്കോട്ട് വെക്ക്. തല പടിഞ്ഞാറോട്ടാക്കിയിട്ട് അധികം ആളും വെക്കുക. പല സ്ഥലത്തും കാണുന്ന അനുഭവമാണോ തലം കൊണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിപരം ചിന്തിച്ചട്ടെ. ബുദ്ധിപരമായിട്ട് ഇത് കേബാന്ന് വിചാരിച്ചോളി, ഇത് കേബാന്ന് വിചാരിച്ചോളി. ഞാൻ അവിടെ നിന്ന് നിൽക്കരിക്കുക, അപ്പം കേബെള്ളം കൂടുതൽ നിൽക്കരിക്കുക. അപ്പം നമ്മുടെ മുമ്പ് കേബയില്ല, ഇതല്ലേ കേബോ. ഒരു മൈൽസ് ഉയരത്ത് കാര്യം ഓൻ്റെ മുമ്പിലും ഒരു കേബത്തിൻ്റെ അന്തരീക്ഷം. കേബാട് ഉണ്ടാവില്ലല്ലോ, കേബത്തിനൊരു മൈൽസ് ഉയരുന്ന സ്ഥലത്താ. അപ്പം ഇതിൻ്റെ നേരെ അന്തരീക്ഷം അതും കേബാ. ഒരു 10 മൈൽസ് ചോട്ടിലാ കുറെ ജനങ്ങൾ. അപ്പോൾ കേബത്തിൻ്റെ ഉള്ളിൽ 7 ഭൂമി വരെ, 7 ആകാശം വരെ അന്തരീക്ഷം കേബാ.
ആ പിങ്ക് ഭാഗത്ത് ആ കേബ ഒന്ന് വെക്കുക. ഇങ്ങനെയാണ് കിടത്തി, ഇങ്ങനെ കിടത്തിയാൽ ഓൻ്റെ എല്ലാം കേബുള്ള കൊടുത്തത്. ഇതിങ്ങനെ തന്നെ കേബ എല്ലാം കേബം കൊടുത്തില്ല, കാര്യം എല്ലാം കേബം. നേരെ മറിച്ച് ഇങ്ങനെ കിടത്തിയാലോ, ഇങ്ങനെ കിടത്തിയാലോ തല അങ്ങോട്ടാക്കിയിട്ട് ഓൻ്റെ ഈ മുൻവശത്ത് കേബ ഒരു മണ്ണാ കെട്ടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇനി ഇതങ്ങ് ഉറപ്പിക്കുക, ഒരു മാറ്റവും അതിനില്ല. ഇതെല്ലാ മുസ്ലിയാക്കന്മാരും സർവസമ്മതമായി അങ്ങിരുന്ന കിതാബാണ് മിൻഹാജ്. ആ കിതാബിലാണ് പലത് മരണമാസന്നമായ മനുഷ്യനെ കിടത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. അതുപോലെ മരിച്ച മയ്യത്തിനെയും കിടത്തണം. ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത് മയ്യത്തിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളാണ്. കുറ്റിപ്പുറത്തുള്ള പള്ളിയിലെ മുക്രിയല്ല കേട്ടോ, വടകര കടപ്പുറത്തുള്ള ഒരാളല്ല. പിന്നെ ആരാ? ഈ മയ്യത്തിന്റെ അടുത്ത കുടുംബക്കാർ. ചെയ്യാൻ മറക്കല്ലേ, ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം ഓരോരോ പുരക്കാരും പഠിച്ചു വെച്ച ഫസ്റ്റായില്ലേ. വില്യാപ്പള്ളി മുമ്പൊക്കെ കുഞ്ഞുമൂസാജിന്റെ ജീവിതകാലത്ത് ആ യത്തീംഖാന നമ്മളെ MJ ഹോസ്പിറ്റലൊക്കെ വരുന്നതിൻ്റെ മുമ്പും അതിൻ്റെ തുടക്കത്തിലൊക്കെ കൊല്ലത്തിൽ വേദനുണ്ടാവും. നല്ലൊരു സാഹസം ഉണ്ടാകും. ഓരോ ഒഹാബി സുന്നി പ്രശ്നം ഒന്നും പറയില്ല. ആ പഠിക്കേണ്ട സംഗതി കിതാബ് ഇങ്ങനെ പറയാല്ല. നമ്മൾ പണ്ടേ നമ്മുടെ ജോലി അതാ. അതിൻ്റെ ഗുണങ്ങൾക്ക് നിങ്ങൾക്ക് ഞാളെ പത്ത് രീറ്റെടുക്കുന്ന പാത്തും നിങ്ങൾക്കൊക്കെ അറിയാം. മരിച്ചു കഴിഞ്ഞാൽ കുളത്തൂര കുറേ ഒന്തം പുറത്താ പൂരിയക്കുനി ആ പൊരേരാ ഓൾ മരിച്ച്. രാത്രി ഞാളൊക്കെ പോയി മയ്യത്ത് അന്നേരം തന്നെ കൊണ്ടുപോകണ്ടല്ലോ. എന്നാൽ പിറ്റേന്ന് എല്ലാവരും പോകണ്ടേ, കുറേ ഒന്തം കയറി പോകണം. അതെല്ലാം ബനിയാ നമ്മൾ മോദിക്കന്നെ കൊണ്ടുപോവാ ആട് തീർച്ചപ്പെടുത്തി. അപ്പൊ കുളിപ്പിച്ചിട്ടുണ്ടേ, അതാ കുളിപ്പിക്കുക. അപ്പൊ ഒരു പെണ്ണും കിടന്ന് ബാധക്കാല പടി ഇബ്രാഹിം അലി അറിയാം, ഞാൻ കുളിപ്പിക്കും. നിങ്ങളെ ബാധ കെട്ടി എന്നെ പഠിച്ചതാ. നിങ്ങൾ എടുത്തിട്ട് ആ കുളിമുറി കൊണ്ടുപോയി കെടുത്തന്നാണ് റെഡിക്കാൻ കുളിപ്പിക്കും. എനിക്ക് എന്തൊരു സന്തോഷമായിട്ട്. ഇപ്പൊ പറഞ്ഞ മോളോടക്കം എന്തോ ആവശ്യം. ഇവിടെ നല്ല ധൈര്യത്തിൽ ഞാൻ സ്വന്തം കുളിപ്പിച്ചോളൂ. എന്തുകൊണ്ടായി? കർമ്മപരമായ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നാട്ടിൽ ആവശ്യമാണ്. അതിൻ്റെ പുറമെ അത് ഉപകാരപ്പെടുകയും ചെയ്യും എന്ന് അനുഭവം വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എനിക്ക് ശ്രദ്ധിച്ചോ. വയുബാദറു ബിഗുസ്ലിഹി ഇദാ തുയഖിന മൗതു വയുബാദറു ബിഗുസ്ലി ഇദാ തുയഖിന മൗതു. മരിച്ചെന്ന് ഉറപ്പായി ആദ്യം ചെയ്യേണ്ടത് കട്ടിലിന് പോക്ക, അല്ല വില്യാപ്പള്ളി തുണിക്ക് പോയാലോ, അല്ല മക്കളൊക്കെ ഗൾഫിലാ ഓരറിയിക്കും. എന്ന് ആദ്യം ചെയ്യേണ്ട ഒരാൾ മരിച്ചാൽ, ഒരാണോ പെണ്ണോ മരിച്ച് ആദ്യം ചെയ്യേണ്ടത് എന്താ? മൗത്ത് പോയി എന്ന് ഉറപ്പ് വന്നാൽ ആദ്യം നമ്മൾ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടത് കുളിപ്പിച്ചാട വെക്കലാണ്. അതാ കുളിപ്പിക്കുക. മരിച്ചാൽ പെട്ടെന്ന് ഇടവളക്കാർ കുറച്ചാളും വരൂലേ, കുളിപ്പിച്ചാട് കൊണ്ടുവന്ന് കിടത്തുക. അറിഞ്ഞൂടാ കേട്ടോ. ആ കഴിഞ്ഞ കൊല്ലൊരു സ്ഥലത്ത് നമ്മൾ പോയി നോക്കുമ്പോ കുറച്ചങ്ങ വില്യാപ്പള്ളി അംശത്തെ തന്നെയാ. നമ്മളൊക്കെ ബന്ധപ്പെടുന്ന ഒരാളെ ഭാര്യ വീടാ. അയാളുടെ സ്നേഹം നമ്മളൊക്കെ നോക്കും. മയ്യത്ത് ഒരു കേടുവരാണ്ട് സൂക്ഷിക്കുന്ന ഒരു കറണ്ടിന്റെ പ്രയോഗമൊക്കെയുള്ള ബൾബ് ഇട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബൾബ് കത്തും, നല്ല തണുപ്പുണ്ട്. ഒരു മാസം വെച്ചാലൊന്നും ആവൂല. അങ്ങനത്തെ ഒന്ന് കിടത്തിക്കാം മയ്യത്ത്. മക്കൾ വന്നിട്ടാ കുളിപ്പിക്കുന്നുള്ളൂ എന്നാ. ഇനി ആ ജഹിലത്തെ രണ്ടാവല്ലേ, നിങ്ങൾക്ക് മരിച്ചെന്ന് ഉറപ്പായി കുളിപ്പിച്ചടക്കെടുത്തുക. മക്കൾ വന്നിട്ട് എടുത്തോ. ഹമീദ് വിളിച്ച് ദുബൈന്ന് ഉപ്പാൻ എടുക്കറ്, ഞാൻ വന്നിട്ടേ എടുക്കാവൂ. ജമാല് വിളിച്ച് ഷാർജയെന്ന്, അതോ ഉപ്പാനെ കാണാണ്ട് പറ്റൂല, നിങ്ങൾ ഉപ്പാന്റെ സംഗതി ഒന്നും കൈക്കല്ല, ഞാൻ ഉടനെ എത്തും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ടിക്കറ്റ്. ഇന്ന് 3 മണിക്ക് മരിച്ചതാ. അങ്ങനെ വൈകിട്ട് 5 മണിക്ക് ഷാർജയെന്ന് ദുബൈന്നും വിളിച്ച് ഞാൻ ടിക്കറ്റ് റെഡിയാണ്, 7 മണിക്കാണ് കരിപ്പൂരെത്തും, നിങ്ങളയാളെ കൂട്ടാൻ അയച്ചാമയി, നമുക്കൊരു 10 ഉണ്ട് മയ്യത്തെടുക്കാം. എന്നാൽ ഇന്ന് 3 മണിക്ക് മരിച്ച മയ്യത്താടക്കെടുത്തുക. മക്കൾ വന്നാലാ മയ്യത്തെടുക്കുക. ഇനി ആ സ്വഭാവം വേണ്ടേ? എൻ്റെ ഇന്നത്തെ ഒറ്റ വാത് കൊണ്ടാകുന്നു മാറണം. എൻ്റെ എന്ത് ചെയ്യാ? കുളിപ്പിച്ചടക്കെടുത്തുക. അല്ല മൊയ്താറ, ഇന്ന് 3:30 മണിക്ക് കുളിപ്പിച്ചിട്ട് നാളെ 10 മണിക്ക് ആ മയ്യത്തെടുക്കുന്ന മയ്യത്ത് എന്താ? ഒന്നും ആവുമല്ലടോ.
വലൗ ഖറജ ബഅദൽ ഗുസ്ലി നജസുൻ, മയ്യത്ത് കുളിപ്പിച്ച ശേഷം മയ്യത്തിൽ നിന്ന് കാഷ്ടമോ മൂത്രമോ രക്തമോ ഇന്ദ്രിയമോ എന്ത് വന്നാലും കുളിപ്പിച്ച കുളി മാത്രം മതി. രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറപ്പെട്ട വസ്തു നജീസാണെങ്കിൽ ഒരൽപ്പം വെള്ളം എടുത്ത് ആടെ ഒന്ന് കഴുകിയാ റെഡി. രണ്ടാമത് മാറ്റി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയം വന്നാലോ, ഇന്ദ്രിയം വന്നാ കുളിയുജൂബ് ഹയാത്തുള്ളോനിക്ക. ഇവിടെ ഒരു നിക്കാറില്ലാണ്ട പെണ്ണുങ്ങളാ മരിച്ച് കുളിപ്പിക്കൊക്കെ ചെയ്ത് എന്നേറെ കുറെ ചോര പിന്നെ ഇങ്ങോട്ട് മറിഞ്ഞ് എന്നാ അവിടെ രണ്ടാമത് കുളിപ്പിക്കണോ മലമാണ്ട. ഹൈദരക്കതം പുറപ്പെട്ട് നിന്നാ കുളിയുജൂബ് ഹയാത്തുള്ള പെണ്ണുങ്ങക്ക. മരിച്ച മയ്യത്തിന് ഹൈദരക്കതം വന്നാൽ അതിൻ്റെ ഒരു കുളിയൊന്നും ഉജൂബാവൂല. കേട്ടോ മോളെ, കേട്ടോ മോനെ, ഈ കിതാബ് പറഞ്ഞ് ചെയ്താലുള്ള ഗുണറിയങ്ങള് 3:30 മണിക്ക് കുളിപ്പിച്ച് റാഹത്തായിട്ട് കിടത്തി 5 മണിക്ക് കടമേറിക്കള ഉസ്താദന്മാർ എല്ലാവരും വന്ന് ഓരിക്കല്ല ഈ അകത്തുനിന്ന് റാഹത്തായിട്ട് മയ്യത്തിക്കരിക്കാമല്ലോ. മയ്യത്തിക്കരിക്കണേ കുളിപ്പിക്കണമെന്നേ ഉള്ളൂ, കഫൻ ചെയ്യണമെന്നില്ല. കുളിപ്പിക്കൽ കഴിഞ്ഞത് കൊണ്ട് ഓരിക്കൊക്കെ മയ്യത്ത് നിസ്കരിച്ചിട്ട് പോവാ. അൽഹംദുലില്ലാഹ്. രാത്രി യശാക്ക നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നന്ദിന്ന് ആ തങ്ങന്മാരും മൊയ്ലാക്കന്മാർ ഏവിയും കുറേ മൊയ്ലാക്കന്മാരും എല്ലാം നിസ്കരിച്ചിട്ട് കിടന്ന് ഞാൻ കുളിപ്പിച്ചിട്ട് കിടത്തിയതാണ്. ഞാൻ മക്കൾ വന്നാൽ അങ്ങ് എടുക്കുക. അതെയോ നന്നായി നമ്മോട് നിസ്കരിക്കുക. ഓരെല്ലാം അകത്ത് നിസ്കരിച്ച് അങ്ങ് തോടന്നൂരിന്നും അങ്ങ് തൊട്ടിൽ പാലത്തുനിന്നും അങ്ങ് പയ്യോടി നടന്ന കുറേ പെണ്ണുങ്ങളും ഓരിക്കും വേഗം പോണം. ഓർക്ക് നാളെയൊക്കെ നിൽക്കാൻ പറ്റൂല എന്നാൽ ഓല് ഒതുവാർപ്പിച്ച് തങ്ങളെന്തൊക്കെ ഓരോ അങ്ങ് നിസ്കരിച്ചു വിട്ടേ. അന്നക്കാരം കഴിഞ്ഞു. രാവിലെ 8:30 മണിക്ക് വരുന്ന ശിഹാബ് തങ്ങളല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ദീർഘായുസ്സ് ആരോഗ്യത്തോടെ കൊടുക്കട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇനി നമ്മളെ ജീവിതത്തിൽ കോഴിക്കോട് ജില്ലയിൽ കാണുമോ മലപ്പുറം ജില്ലയിൽ കാണുമോ എന്ന കാര്യം വളരെ സംശയത്തിലിരിക്കുകയാണ്. വളരെ സംശയത്തിലിരിക്കുകയാണ്. വെറും ഒരു രാഷ്ട്രീയ തങ്ങളൊന്നുമല്ല. അങ്ങനൊന്നും ആരും മുദ്ര വെക്കണ്ട. ഇന്നാളൊരു പള്ളി ഉൾക്കാട് നമ്മൾ ആരെയാ കൊണ്ടിരുന്ന്, ഏത് മൊയ്ലിയാർ ഏത് അങ്ങളിയാ, ശിഹാബങ്ങളെ വേണ്ട. അത് രാഷ്ട്രീയക്കാരനാ, അത് വേണ്ട. ഓ എന്താ പറയാ, അത് രാഷ്ട്രീയക്കാരൻ. എന്ത് രാഷ്ട്രീയടോ? ആ കുടുംബത്തിന് അങ്ങേ തലവ നിങ്ങോളം പറ നോക്കിയാൽ നല്ല കുടുംബമാണ്. തിരിഞ്ഞോലിക്കായി തിരിയൂ. ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ വകയിൽ ഒരു പുര നിർമ്മിച്ചു തരാൻ ഒരു പുരാങ് ഉണ്ടായിക്കൊടുത്തു. അതിന്റെ താക്കോലിദാന കർമ്മം ശിഹാബ് തങ്ങളെ കൊണ്ട് നിർവഹിക്കണമെന്ന് തീർച്ചപ്പെടുത്തി ശിഹാബ് കൊണ്ടുവന്നു. പേര് നമ്മൾ പറയണ്ട. ഒരു നല്ലൊരു മാന്യനായ വ്യക്തിന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണമൊക്കെ ആക്കി ശിഹാബ് അങ്ങാട്ട് ആ ചെറിയ മൂസേന്റെ പുരയെ കൂടാ ആദ്യത്തെ താക്കോലിദാനം. അതൊക്കെ തങ്ങളും റാഹത്തായിട്ട് കഴിച്ച്. എന്നാ പിന്നമ്പടം കൂട്ടുക തങ്ങളാ. എന്തിനാ അപ്പം കൂട്ടുന്നത്? തങ്ങൾക്ക് ഒരു ചെറിയൊരു ചായ ഞാൻ കുടിക്കൂലോ, എനക്ക് നോമ്പല്ലേ. അന്ന് റജബിന്റെ ഒരു നോമ്പിന്റെ ദിവസ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, തങ്ങളും ഉണ്ട്. എല്ലാം നല്ല നോടിക്കാലോ. 10 കുടഞ്ഞിട്ട് 4 തങ്ങൾക്ക് വയ്ക്കട്ടോ. തങ്ങൾ റജബിന്റെ നോമ്പാ. വെറും രാഷ്ട്രീയക്കാരനൊന്നല്ല കേട്ടോ. അല്ലാഹു തആല ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഓരെല്ലാം വന്ന് 8:30 മണിക്ക് പുരയില് അസ്സലാമു അലൈക്കും വലൈക്കും. ഇതെന്താ മയ്യത്തെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചതാ. മോയെ ഇവിടെ കരിപ്പൂർ എത്തിക്ക് ഒരു 1.5 മണിക്കൂർ ഒറ്റപാടം എടുക്കാം. ഞാക്കി 10 നിൽക്കാനാവൂല. നമ്മളിവിടെ നിസ്കരിക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ ഇമാമായി സെയ്തുമള മാവുമായി എൻ്റെ പ്രിയപ്പെട്ട സാദിഖലി മാവുമായി നമ്മളെ മുനീറും ഇയാമ സാഹിബ് അള്ളാഹു തോടിക്കൊക്കെ നല്ല ദീർഘായുസ്സ് ആരോഗ്യത്തോടെ കൊടുക്കട്ടെ. ഓരെല്ലാം മൗമൂമിങ്ങളായ ആർത്ത ബാക്കിൽ നല്ലൊരു നിൽക്കാരം കിട്ടി. ഇതെല്ലാം കിട്ടി എന്തുകൊണ്ടാ? കുളിപ്പിച്ചുകൊണ്ട് അല്ലല്ല നഷ്ടല്ലേ. മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ കുല്ലുഹും യസ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ. ഒരു കുറേ ആൾ ഏറിയ 100 ആൾ
ഒരു മരിച്ച മനുഷ്യൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ ഇല്ലാ ശുഫിയു ഓലെ ശിപാർശ അള്ളാഹ് സ്വീകരിക്കുന്ന എന്നാ മക്കളെ ശിഹാബ് തങ്ങൾ ചെയ്തവരൊക്കെ പറയുന്നത് അല്ലാഹുമ്മ നഖ്ഹി മിനൽ ഖതായ കമാ യുനഖ്ഖ الثوبുൽ അബ്യദ് മിനദ് ദനസ്. പടച്ചോനെ ഈ മനുഷ്യനെ എല്ലാ ദോഷമാകുന്ന ചേറിനെ തൊട്ട് നീ കഴുകി ശുദ്ധിയാക്കുക. അല്ലാഹ് കമാ യുനഖ്ഖ الثوبുൽ അബ്യദ് മിനദ് ദനസ്. വെള്ള വസ്ത്രത്തെ ചേറായാൽ അത് കഴുകിയാൽ ശരിക്കങ്ങ് പോകൂലേ? പോയി എല്ലാവർക്കും തിരിയല്ലേ? പച്ചയിലാക്കിയ പോലെ അല്ലല്ലോ, ചുവന്നയിലാക്കിയ പോലെയല്ല. ഒരു വെള്ളത്തുണൊരു വെടിപ്പെടാ തിരുമ്പിയാ നല്ല പോയിക്കുന്ന എല്ലാവർക്കും തിരിയില്ലേ? ബാക്കിന്റെ ശൈലി നോക്ക് നിങ്ങൾ. വെള്ളവസ്ത്രത്തിൽ അഴുക്കായാൽ അത് കഴുകി എങ്ങനെ വെടിപ്പാവും? അതുപോലെ എല്ലാ ചെറുദോഷത്തിനെ തൊട്ടും എല്ലാ ബന്ധോഷത്തിനെ തൊട്ടും ഈ മനുഷ്യനെ വെടിപ്പാക്കി കൊടുക്കല്ലാ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി. ഇവിടുത്തെ വീട്ടിന് ഖൈറായ ഭവനം കൊടുക്കല്ലാ. ഇവിടുത്തെ അഹ്ലുകാരേക്കാൾ ഖൈറായ അഹ്ലുകാരെ കൊടുക്കല്ലാ. വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി. ഖബറിന്റെ അദാബിനെ തൊട്ട് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തി കൊടുക്കുക അല്ലാ. മിൻ ഫിത്നതിഹി. ഖബറിൽ ചില ഫിത്നകളൊക്കെ വരാനുണ്ട്, അതൊന്നും ഇവനക്ക് വരാതിരിക്കണേ അല്ലാ. വഅദ്ഖിൽഹുൽ ജന്ന. ഈ മനുഷ്യനെ സ്വർഗ്ഗത്ത് കടത്തി കൊടുക്കണേ അല്ലാ. വഅഇദുഹു മിൻ അദാബിൻ നാർ. നരകത്തിന്റെ അദാബ്. ഇതല്ലേ ഇവര് പറയുന്ന മക്കളെ അള്ളാഹ് തട്ടുവോ? എത്ര ആള് പറഞ്ഞ് ഇതെല്ലാം കിട്ടിയ കുളിപ്പിച്ച് കിടത്തിയോണ്ടല്ലേ? അല്ലേ എല്ലാവരും അങ്ങ് പോകൂലേ? ഞാൻ സാധാരണ ഭൂമിവാദക്കൊന്ന് ബാധ പറഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കേൾക്കുന്ന ഒരു പുരയാണ്. ഒരു ഇബ്രാഹിമിലൊക്കെ ചായ എൻ്റെ പുരയെന്ന വേറെ വീട്ടുകാരങ്ങൾ ആരും കൊടുത്താലും ഇബ്രാഹിമിലൊക്കെ ഞാൻ ആ മൂടി വായിച്ചിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. നീളം പുറത്ത് മൊയ്താജിങ്ങൾ അയാൾ നാളെ മരിച്ചു. എൻ്റെ അവിടെ അറിയിച്ചു. എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ പോയി വില്യാപുരം നടന്ന് അവിടുന്ന് കുഞ്ഞാട്ട് പോയി, അവിടുന്ന് പുറമേരി പോയി, അവിടുന്ന് കല്ലാച്ചിയും പോയി, അവിടുന്ന് ജീപ്പിന് അടപ്പോയി ഭൂമി അടക്കം. ഞാൻ ജീപ്പ് കഴിഞ്ഞ് കായ് അങ്ങ് ബാക്കില കോന കയറുമ്പോൾ എന്നോട് പറയുന്ന വാക്കെന്താ? 6 നാള് ഇന്നലെ മയത് പറഞ്ഞ പോലെ ഇന്നലെ മോന്തിക്ക് കുളിപ്പിച്ചു കൊണ്ടുവന്ന് കെടുത്തിയതാണ്. മായൻകുട്ടി അമ്മതും വരണം. ഒരാൾ ദുബൈയിലാ, ഒരാൾ മറ്റൊരുത്തേലാ. ഒരു 11 മണിക്ക് കെട്ടു. ഒരു വന്ന പാട് മയ്യത്തങ്ങ് എടുക്കല. നിങ്ങളെ പറഞ്ഞ പോലെ കുളിപ്പിച്ച ആൾക്കാർ. എനിക്ക് എന്തൊരു സന്തോഷമായിപ്പോയി. ഓല് ബയത് കേട്ട് മനസ്സിലാക്കി അത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ചെറിയ മയ്യനുള്ള നല്ലവരാകുന്ന മൂമിനീങ്ങളെ നിങ്ങൾ അമലിൽ വരുത്തണേ, നടപ്പിൽ വരുത്തണേ. മരിച്ചു എന്നുറപ്പായാൽ ധൃതിപ്പെടേണ്ട സംഗതി മയ്യത്ത് കുളിപ്പിക്കലാണ്. وغسله وتكفينه والصلاة عليه ودفنه فروض كفاية. وغسله وتكفينه والصلاة عليه ودفنه فروض كفاية. ഒരു മനുഷ്യൻ മരിച്ച 4 സംഗതിയാ: മയ്യത്ത് കുളിപ്പിക്കല്, കഫൻ ചെയ്യല്, നിസ്കരിക്കല്, ഖബറടക്കൽ. ഈ 4 ഫുറൂദ് കിഫായ, സാമൂഹ്യപരമായ കടമയാണ്, ഫർള് കിഫായിയാണ്. ആരെങ്കിലും ചെയ്താൽ എല്ലാവരും ബാധ്യതയും കഴിഞ്ഞു. ആർക്കും തെറ്റില്ല. എല്ലാവരും ചെയ്താലോ എല്ലാവർക്കും കിട്ടുമോ? ഫർദിന്റെ കൂലിയാ. ഒരാൾ ചെയ്താൽ അതിൻ്റെ കടമ തീർന്നു. മരിച്ച പെണ്ണുങ്ങള് നോക്കണ്ട ഹിന്ദുവോ മുസ്ലിമോ എന്നാ. ആള് പെണ്ണുങ്ങൾ തബ്ലീഗോ ജമാഅത്തോ വഹാബിയോ എന്ന് കുടിക്കടോ നിങ്ങൾ പകരക്കണം. സംഗതി മരിച്ചില്ലേ, ഉമ്മളിയാളല്ലേ. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിക്കരിച്ച് നിങ്ങളെ നാട്ടിലെ കബർ സ്ഥലം കബറടക്കണം. അത് ചെയ്തോ? ഇത് വില്യാപ്പള്ളി മുസ്ലിയാർ അഭിപ്രായമല്ല. ലോകത്ത് സർവസമ്മതമായ ഇമാമാണ് ബഹുമാൻ നബവി ഇമാം. ഓറ മിൻഹാജ് എന്ന കിതാബ് എല്ലാവരും അംഗീകരിക്കുന്ന കിതാബാണ്. ആ കിതാബ് വായിച്ചായി ഒരു മുസ്ലിമായ മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കൽ, ഓനെ കഫൻ ചെയ്യൽ, ഓന്റെ മേല് മയ്യത്ത് നിൽക്കരിക്കൽ, ഓനെ കൊണ്ടുപോയിട്ട് കബറടകൾ, അതൊക്കെ ഫുറൂദ് കിഫായ, ഫർദ് കിഫായിയാണ്. എങ്ങനെയാ കുളിപ്പിക്കണ്ടേ? പഠിപ്പിച്ചേട്ടെ മോനെ, പഠിപ്പിച്ചേട്ടെ മോളെ. വഅഖല്ലുൽ ഗുസ്ലി തഅമീമു ബദനി. മയ്യത്ത് കുളിപ്പിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ രൂപം
ശരീരമാസകലം വെള്ളം പാർന്ന് കഴുകുക, കഴിഞ്ഞു. നമ്മൾ ജനാബത്ത്, ഹൈദ്, നിഫാസ് പോലെയുള്ള നിർബന്ധമായ കുളി കുളിക്കുമ്പോൾ എവിടെയൊക്കെ വെള്ളം കൊണ്ട്, നിങ്ങൾക്കറിയാമല്ലോ അത്, ആ സ്ഥലത്തൊക്കെ വെള്ളം പാർന്ന് കഴുകി അഴുക്കും ചേറും വൃത്തിയാക്കുക. ഇതാ മയ്യത്ത് കുളിപ്പിക്കാൻ. അതിലപ്പുറം മറ്റൊന്നും വേണം കേട്ടോ, മോനെ കേട്ടോ, അതിലപ്പുറം മറ്റൊന്നും വേണം. മാർക്കം ചെയ്യാത്ത കുഞ്ഞനാവുമ്പോൾ ഒരു തേമവും കൂടി വേണം. ഇന്നലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഉസ്താദെ നിയ്യത്ത്, നിങ്ങോട്ട് നോക്കി ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ, വലാ തജിബു നിയ്യത്തുൽ ഗാസിൽ, വലാ തജിബു നിയ്യത്തുൽ ഗാസിൽ, മയ്യത്ത് കുളിപ്പിക്കുന്ന മനുഷ്യൻ ഒരു നിയ്യത്തും ചെയ്യൽ നിർബന്ധമില്ല. ജനാബത്തുള്ളവ മരിച്ചാലോ, വയലുള്ളോള് മരിച്ചാലോ, പെട്രോള് മരിച്ചാലോ, ഭാര്യയും ഭർത്താവും സംയോഗം രണ്ടാളും അങ്ങ് മരിച്ചതാ, അല്ലെ ഒരാൾ മരിച്ചതാ, ഏത് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നിയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓനക്ക് ഫർദായ കൂടെ മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം പറഞ്ഞ കൈ പഠിപ്പാക്കിയാണ്. നിസ്കാരം എന്തെങ്കിലും ഉണ്ടാവും ആർക്കെങ്കിലും. ഞാൻ ഈ സാല് തന്നു പെണ്ണുങ്ങൾ എങ്ങളോടെ പറയും, ഇതൊന്ന് തിരുമ്പിയോട് കതിയാന്നും പറഞ്ഞു. ഞങ്ങളെന്താ ചെയ്യാ, ഒരു ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് പാർന്ന് നല്ലോണം ഒന്ന് ഒരുമ്പി എടുത്ത് ഒന്ന് പിഞ്ഞി വിടാവിടാറെ, ഇതാ നിങ്ങളെ സാലിതാ, നീ ഇങ്ങോട്ട് തരൂലേ. ഇതറിഞ്ഞതാണ് ചെറിയ മേഖല പെണ്ണുങ്ങൾ ആരെങ്കിലും പറയോ? ആണുങ്ങൾ പറയോ? പറയൂലോ. അതെന്താ, അതിന് നീയത്തൊന്നും വേണ്ട, അത് തന്നെ. എന്ന പോലെ മയ്യത്ത് കുളിപ്പിക്കലിന് ഒരു നിയ്യത്തും നിർബന്ധമില്ല. നിങ്ങൾക്കൊരു സംഗതി കേൾക്കണോ, നമ്മൾ ചേപ്പറിയായി പോകും കേട്ടോ. നമ്മൾ ഇതുവരെ കളിച്ച കളിയിൽ നമ്മൾ വല്ലാണ്ട് അയവായിപ്പോവും. ഇത് പറയുന്നത് മിൻഹാജ് എന്ന കിതാബല്ലേ, നവവി ഇമാം തങ്ങളല്ലേ. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്ത് കുളിപ്പിച്ചാലും കൂടി മതിയാവും. കുഞ്ഞോദാജി മരിച്ചിക്കഴിഞ്ഞു, കുളിപ്പിക്കുന്ന ആളാരും എത്തിയില്ല. ആടുത്ത മൂരിക്കാരൻ കേളപ്പച്ചക്കനുണ്ട്, കേൾപ്പഞ്ഞി കുളിപ്പിക്കോ, ഓ നിങ്ങൾ കൊണ്ടുവന്ന് കുളിമുറി കണ്ടാച്ചേരി. അങ്ങനെ കുളിമുറി അളാരം കൊണ്ടിട്ട് കുഞ്ഞോദാജിനെ കുളിമുറി കിടത്തി കൊടുത്തു. കേളപ്പന്നല്ലേക്ക് കുളിമുറിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് അടുത്ത മൂരിനെ കുളിപ്പിച്ച് നല്ല പാസാ കേളപ്പച്ചക്കൻ റെഡിക്ക് കുഞ്ഞോദാജിനെ കുളിപ്പിച്ചു. കേളപ്പൻ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്ക് അടുത്ത സാധാരണ കുളിപ്പിക്കുന്ന ആള് കുടുംബക്കാരനെത്തി. നമുക്ക് കുളിപ്പിക്കണ്ടേ? എന്ത് കേളപ്പനാണ്? കേളപ്പം കുളിപ്പിച്ചായിരുന്നു. അവരുടെ മോൻ പണ്ട് മുമ്പ് കുളിപ്പിച്ചിനോ? അമ്മ സാറെ മോൻ പറയണ്ട, എല്ലാവരുടെയും കൈക്കോ, കൈക്ക് എല്ലാവരുടെയും വെള്ളത്തിൽ അത് റെഡിയാ, ഉറപ്പാ. എന്നാ അത് മതി. ഇബ്രാഹിം മുസ്ലിയാർ ചെറിയ മകനോട് ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപം പറയണ്ടേ. നവവി ഇമാം തങ്ങൾ മിൻഹാജ് എന്ന കിതാബിൽ പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മയ്യത്തിൽ എന്ത് കുളിപ്പിച്ചാലും കൂടി മതിയാവും. അയച്ചോമ്മ മരിച്ചിക്കേനു, തൽക്കാലം കുളിപ്പിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. ആടെ അകവും കൊറായി എന്ന തുടക്കുന്ന ഒരു പെണ്ണുണ്ട്, ലീലേ ഇനി കുളിപ്പിക്കോളെ ഉമ്മാമാന. ഓ ഞാൻ കുളിപ്പിക്കാമല്ലോ. കുളിമുറി കൊണ്ടുപോയി കട്ടുമ്പോൾ കടത്തി കൊടുത്തു. ലീല കേട്ടും തണ്ണും കോരി നല്ലേരി അയച്ചോമാനെ കുളിപ്പിച്ചു. അത് മതി, അത് മതി. ഒരയച്ചോമാനെ ചിരുത കുളിപ്പിച്ചാലും മതിയാവും. കുഞ്ഞോദാജിനെ കേളപ്പം കുളിപ്പിച്ചാലും കൂടി മതിയാവും. ഇത്ര ഈസിയായ സംഗതിയായിട്ട് എനക്കതൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്നവരല്ലേ നമ്മളിൽപ്പെട്ട പലരും. ഒരു മനോധൈര്യം ഇന്നത്തെ ഭേദം കൊണ്ട് ഉണ്ടാവണം. ഇവിടെ സുനാമി ഇന്തോനേഷ്യയിൽ 1000 മരിച്ചില്ലേ? ഇപ്പം നമ്മക്കതിൽ പ്രയാസത്തോടെ കുളിപ്പിക്കാൻ ആളും ഉണ്ട്. എപ്പെങ്കിലും അല്ലേ മരിക്കലുള്ളൂ. എന്തെങ്കിലും ഒരു പകർച്ചവ്യാധിയോ ഒരു ഭൂചലനോ ഒരു സുനാമി ഉണ്ടായിട്ട് ഒരു 2300 ആളെല്ലാം വില്യാപ്പള്ളിയിൽ നിന്ന് മരിച്ചൊക്കെയാണ്. ഒരു ഉബ്രായിക്ക് കുഞ്ഞൊന്നും കുളിപ്പിച്ചാലൊന്നും ഒരു തേരും എത്തുമല്ലേ? ഒരാമിനെയും കദീശയും കുളിപ്പിച്ച ആരംഭ കുഞ്ഞുമ്പോൾ ഒരു തേരും എത്തുമല്ലേ? അതെല്ലാം ഇനി വരാൻ ഇടേണ്ട. അയ്യൊരു കോലത്തിലാണ് നമ്മളെ നീക്കം. ഞാനൊരു ആദാബർക്കും കേട്ടോ. അന്നേരം എല്ലാവരും അങ്ങ് വിട്ടു. അവർ മൊയ്ലാറല്ലേ, ഒരു ഒന്ന് പിന്നുണ്ടാവും. അതാബ് വരുമ്പോൾ എല്ലാവരും അങ്ങ് വിട്ടു. അങ്ങനത്തെ അതാബ് വരാനുള്ള 100% കാരണങ്ങളും തികഞ്ഞുകൊണ്ട് നിൽക്കുക. നമ്മളെ കൗമ് ചെയ്യാതെ തെറ്റുണ്ടോ? എനിക്കിത് പരസ്യമായി പറയാൻ വല്ലാത്ത പ്രയാസം.
ഞാൻ പത്രം വായിക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെ ആരെ പിടിച്ചു, കോടീൻ്റെ പിടിച്ചു എന്ന് വായിക്കും. ആരെ പിടിച്ചു? ഒന്നീക്ക് റസാക്ക് അല്ലെങ്കിൽ ഹമീദ്. നിഷേധിക്കാനൊക്കോ? 13 പെണ്ണുങ്ങളെ കഴുത്ത് സ്വർണത്തിൻ്റെ ചെയിന് സ്കൂട്ടറിന് അറ്റിച്ചു ഓടി. അവസാനം പോലീസ് പിടിച്ച് നാദാപുരത്തുള്ളൊരു മുസ്ലിം, മറ്റൊരുത്തേരുള്ള മുസ്ലിം, മറ്റൊരുത്തേരുള്ള മുസ്ലിം എന്നല്ലേ പത്രത്തിൽ പിറ്റേന്ന് വരുന്ന റിപ്പോർട്ട്. നിഷേധിക്കാൻ പറ്റുമോ സഹോദര? ഗൾഫിൽ പെണ്ണുങ്ങൾ അറബീൻ്റെ പുറയിൽ പണിയെടുക്കാനെ കൊണ്ടുപോയിട്ട് അവിടെ പെണ്ണുങ്ങളെ പെൺവാണിപം നടത്തുകയല്ലേ. എത്ര അനുഭവങ്ങൾ പത്രത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരം, കള്ളുകുടി, ആളക്കൊല്ലൽ, ഇതെല്ലാം നിത്യത്തൊഴിലല്ലേ. ഇതിൻ്റെ മെമ്പർമാരുള്ള നമ്മളാളുമല്ലേ. വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ പറയുന്നത്. അപ്പം ചില അദാബുകളൊക്കെ ഇറങ്ങാൻ സാധ്യത. ഇതാ ഫഅലത് ഉമ്മത്തി 15 ഖിസ്ല, എൻ്റെ സമുദായം 15 സംഗതി ചെയ്താൽ എല്ലാ നാശങ്ങളും നാട്ടിലുണ്ടാകും. അവസാനം നബി തങ്ങൾ പറഞ്ഞതെന്തേ? ഫൽയർതഖിബു സൽസലതൻ ഔ ഖസ്ഫൻ വമസ്ഖ. അവർ കാത്തുകൊണ്ട ഭൂമി കുലുങ്ങല്ല, പേടിച്ചോട്ടെ, പെട്ടെന്ന് കുലുങ്ങും. എപ്പാന്ന് കുലുങ്ങ? മനസ്സുകൊണ്ട് ആലോചിക്ക് സഹോദര. മഴവേം പീടിയക്കൊന കാര്യം ഇഞ്ഞി നനിയില്ല. ഭൂമി കുലുങ്ങിയൊക്കെ കിടന്ന് കുഞ്ഞി. ഭൂമി ഇങ്ങനെ കുലുങ്ങാൻ എനിക്കെൻ്റെ പുരയിൽ നിൽക്കാനാവോ? എനിക്ക് പീടിയിൽ നിൽക്കാനാവോ? എനിക്ക് പറമ്പത്ത് നിൽക്കാനാവോ? പറമ്പത്ത് നിന്നാ തെങ്ങ് പോ, പുരയിൽ നിന്നാ പുരവൂ, പീടിയിൽ നിന്നാ പീടിയ പോ. ചിന്തിക്ക് സഹോദര, എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവോ? ഭൂകമ്പമുണ്ടായ പ്രദേശത്ത് കോടിക്കണക്കാ ഉറുപ്പിൻ്റെ പുരെടുത്തിട്ട് പുരയെ കിടക്കാനോ എനിക്ക് ധൈര്യം? എൻ്റെ പെണ്ണുങ്ങളും മക്കളും അപ്പാടാ മിഞ്ഞു പോകൂലേ. എൻ്റെ കടപ്പുറത്ത് പോയി കിടക്കുക ഭൂകമ്പത്തിനെ പേടിച്ചിട്ട്. ഇന്തോനേഷ്യയിൽ ഭൂമി കുരുങ്ങിയില്ലേ? ഒരൊറ്റ ദിവസം 1 ലക്ഷം ആള് മരിച്ചില്ലേ? അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിച്ചോ? ഇതൊക്കെ വരാൻ എല്ലാ നിലക്കുള്ള കാരണങ്ങളും താമായി നിൽക്കുന്ന അവസരമാണ്. ചിലപ്പോൾ 250-300 മരിക്കുവാൻ ഇടയുണ്ട് കേട്ടോ. ചാവേറാക്രമണവും ഭീകരാക്രമണമൊക്കെ കുറവ് ലേശം കേരളത്തിലാണ്. ഇറാഖിലൊക്കെ എത്തിരിയാതെ മരിക്കുന്നു. ചാവേറാക്രമണം 40 ആള് മരിച്ചു. ചാവേറാക്രമണം 60 ആള് മരിച്ചു. ഇറാഖിൽ 80 ആള് മരിച്ചു. ഇത് കേൾക്കുവാനുള്ള നേരമുണ്ടോ? ഈ വാർത്ത അല്ലാതെ റേഡിയോയിൽ കേൾക്കുവോ? ഈ വാർത്ത അല്ലാതെ പത്രത്തിൽ വായിക്കുവോ? അങ്ങനത്തെ ഒരു ഭീകരാക്രമണം, ചാവേറാക്രമണം വന്ന് 250-300 മരിക്കുന്നതാണെങ്കിൽ എല്ലാവരും കുളിപ്പിക്കേണ്ടി വരൂലേ? എനക്ക് അറിഞ്ഞുകൂടാതെ എന്താ പറ്റുമോ? അതുകൊണ്ട് മനോധൈര്യം ഉണ്ടാക്കി വെച്ചോ. മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും 1 പ്രാവശ്യം വെള്ളം പാർന്ന് കഴുകലാണ്. എന്തേ ഉസ്താദേ നീയത്ത്? വലാ തജിബു നീയത്തുൽ ഗാസിൽ. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ ഒരു നീയത്തും ചെയ്യൽ നിർബന്ധമില്ല. നീയത്തില്ലാത്ത പണിയാകും അമുസ്ലിം ചെയ്താലും മതിയാകും. ഒരു പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുത്തൻ ദീനിൽ വന്നു, ഒരു കുമാരൻ. എന്നാ ഓനിക്ക് നിക്കരിക്കണമെങ്കിൽ നീയത്തുക്ക് വന്ന് കുളിക്കണം. ഓലും കുളിക്കും, പെണ്ണുങ്ങളെടുത്ത് പോയാൽ ഹിന്ദുക്കളും കുളിക്കൂ. പക്ഷെ ഓല കുളി ഇസ്ലാമിൽ കുളിയായിട്ട് അംഗീകരിക്കൂല. കുളിക്ക് 2 ഫർളുണ്ട്. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. വൽ കാഫിറു ലൈസ മിൻ അഹ്ലിഹാ. കാഫിർ നിയ്യത്തിന്റെ അഹ്ലല്ല. അപ്പോൾ ഓന്റെ കുളി സഹിയല്ല. നമ്മൾ ഒതുവാർപ്പിക്കുമ്പോൾ തന്നെ ഒരു ഹിന്ദു ഒതുവാർപ്പിച്ചു, വശാത്തിയല്ലി മുസ്ലിമായി. ഒതുകൊണ്ട് നിക്കരിച്ചൂടാ. ഒതുവെടുത്ത് കാഫിറായ അവസര. ഒതുവിന് നിയ്യത്ത് നിർബന്ധ, കാഫിറിന്റെ നിയ്യത്ത് പരിഗണിക്കൂല. ഒരു രാജനും ഭാര്യ ഒന്നായിട്ട് ഇസ്ലാമായി. ഓന്റെ കല്യാണം അംഗഹത്യക്ക് ബിന്ദുവില്ല, കബിലത്ത് നിക്കാഹയില്ല. പിന്നെ എന്തെന്നാ? കല്യാണം 11-ന്റെയും 12-ന്റെ ഇടയിലും മുഹൂർത്ത. ആ മുഹൂർത്തത്തിന്റെ അവസരം പെണ്ണും കിഴിഞ്ഞ് ഓനും കിഴിഞ്ഞ് കല്യാണ പന്തലിൽ അതിന്റെ ഓളി മാലയും കൊണ്ട് ഇങ്ങനെ നടന്ന് കളിച്ചിട്ട് ഒരൊറ്റ കിടല മാല. നീലകുമാരൻ ചെക്കൻ അതാ കാലത്ത്. വേണേ ഒരു മൈസൂർ പോയി ഇറങ്ങി 1 കണ്ട് ഓനും കടിക്കും, ബാക്കി ഓക്കും കൊടുക്കും. അതാ കാലത്ത്. ആയിക്കോട്ടെ, അങ്ങനത്തെ കുമാരൻ ലീലയും രണ്ടാളും ഷാഹത്തിയല്ലേ മുസ്ലിമായ നിക്കാഹ് മടക്കണോ? നിക്കാഹ് മടക്കണ്ട. നിക്കാഹിന് നിയ്യത്തിന്റെ ആവശ്യമില്ല. അമുസ്ലിമീങ്ങളെ നിക്കാഹ് നിക്കാഹ് ഓരോ നിക്കാഹ് നമ്മൾ സ്ഥിരപ്പെടുത്തുക. നമ്മളെ ഇസ്ലാം ദീനം കിട്ടാൻ പറ്റുന്ന ഒരു കുട്ടിയായിരിക്കണം. ഓൻ്റെ മരുവോളെ ഏട്ടൻ്റെ മോളെയും പെങ്ങളുടെ മോളെയും നേരെ പറ്റും. നമ്മളെ ഇസ്ലാം ഞാൻ പറഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഒരു പെണ്ണ് തന്നെയാണ് ഓൻ്റെ ഭാര്യ. എന്നാൽ 2ാമത് നിക്കാഹിനെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിക്കാഹിന് നിയ്യത്ത് വേണ്ട.
അതുപോലെ മയ്യത്ത് കുളിപ്പിക്കലിന് നിയ്യത്ത് വേണ്ട എന്ന് വരുമ്പോൾ ഫയക്ഫി ഗുസ്ലു കാഫിർ, ഒരു മുസ്ലിമിന് അമുസ്ലിം കുളിപ്പിച്ചാലും മതിയാ. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കലിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഹൈറുള്ള പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? ജനാബത്തുള്ളവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? പെറ്റോൾ നോക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? മോളെ പഠിച്ച ആരംഭം മോളെ, വലാ യുക്റഹു ലിജുനുബിൻ വലാ ലിഹായിദിൻ വനുഫസാ. ജനാബത്തുള്ള സ്ത്രീ പുരുഷന്മാർക്ക് മയ്യത്ത് കുളിപ്പിക്കാം, തെറ്റില്ല, കുറ്റമില്ല, കറാഹത്തും കൂടിയില്ല. ഓമ്പാതും കഴിഞ്ഞ് പുരയിൽ പോയി ചായ വെച്ച് പെണ്ണുങ്ങളോ നന്നായിട്ട് തുടങ്ങിയതാ, ബന്ധപ്പെട്ട് ഉണ്ടാക്കും കുടി ഉജുവായി. അങ്ങനെ 3 മണിക്കൂർ നിലവിൽ അടുത്ത പുരയിൽ എന്തോ ഉമ്മാക്കെന്തോ ഭർത്താവ് വാങ്ങിയിരുന്നോ. ഓൻ ഉടനെ അവിടെ പോയി നോക്കും, ഇവർ വളരെ അത്യാസന്നമ്മ. ഓൻ ജീപ്പ് CM കൊണ്ട് ICU കിടത്തി അരമണിക്കൂറും ഓർ മരിച്ചുപോയി. അങ്ങനെ മയ്യത്തെല്ലാം കൊണ്ടുവന്ന് കുളിപ്പിക്കാം. ഇവർ വരുന്നില്ല, അല്ല ഒരാണും കളയണു, ഇവർ വരുന്നില്ല. എന്താ പോക്കറ എനിക്ക് കുളിപ്പിച്ചൂടെ? ഞാൻ കുളിപ്പിക്കരുത്, എനിക്ക് ഇന്നൊരു വിഷമമുണ്ട്. എന്തെന്നതിന് അങ്ങനെ ചോദിക്കണം. എന്നാൽ എന്തെന്നതിൻ്റെ നമുക്ക് തിരിയണ്ടേ? കുഞ്ഞുമല ഞാൻ കുളിച്ചിട്ടില്ലേ എന്നാ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പേടിച്ചു. ഇനി അങ്ങനെ പറയണ്ടേ, ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ജനാബത്തിൻ്റെ ഇവരെയും കൊണ്ട് CM പോകുമ്പോൾ എനിക്ക് കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാ. ആയിക്കോട്ടെ, ജനാബത്തുള്ള ആണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാം, ജനാബത്തുള്ള പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാം, ഹൈദുള്ള പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാം, നിഫാസുള്ള പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കാം. തെറ്റുണ്ടോ? തെറ്റില്ല. ഹറാമുണ്ടോ? ഹറാമില്ല. കറാഹത്തുണ്ടോ? വലാ യുക്റഹു ലിജുനുബിൻ വലാ ലിഹായിദിൻ വനഫസാ. ജനാബത്തുള്ള സ്ത്രീ പുരുഷന്മാർക്ക്, ഹൈദ് നിഫാസുള്ള പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ഒരു ദോഷമില്ല, തെറ്റുമില്ല, കുറ്റവുമില്ല. എന്നൊന്ന് കുളിപ്പിച്ചൂടെ? ചൊക്കിളിയിൽ കറാച്ചി പള്ളി എന്നൊരു സ്ഥലം, അവിടെ ഞാൻ മുമ്പ് ബാദിന് പോയി. നമ്മുടെ സ്നേഹിതൻ നാത്ത ഖാദിർ ഹാജി ആയിരുന്നു. അയാൾ ആദ്യ വിവാഹം ചെയ്തു. ഞങ്ങളെ വെച്ച് വലിയ ബന്ധാ. അന്നേരം അയാൾ മരിച്ചു, അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. എന്നെ കൂട്ടി ആൾ അത് പറയിപ്പി. ഒരു ദിവസം ഒരു പെണ്ണുങ്ങളെ എഴുത്ത് ഉസ്താദ് അവറുകൾക്ക്, ഞാൻ ഇന്ന് എൻ്റെ അയൽവാസിയായ ഒരു പെണ്ണ് മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. അവിടെ എന്നെ എത്തിച്ചത് നിങ്ങളെ മസ്അല വഴതാണ്. ചെറിയമന്നൂരുള്ള സഹോദരന്മാരെ, പ്രത്യേകം എൻ്റെ പ്രിയം നിറഞ്ഞ യുവാക്കളെ, ദീനീബോധമുള്ള മുത്തുമക്കളെ, ഒരാൾ മരിച്ചാൽ ഞാൻ കുളിപ്പിക്കാം, നമ്മൾ കുളിപ്പിക്കാം, ഹമീദ, റഫീഖ, അങ്ങനെ നിങ്ങളൊന്ന് മുന്നോട്ട് വരണം. ഈ വിഷയത്തിലെല്ലാം നമ്മൾ മറ്റുള്ള കക്ഷികൾക്ക് മാതൃകയായി ജീവിക്കണം. ആരും അതിനൊന്നും പിന്നോട്ട് പോകരുത്. നിങ്ങളെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ഇഷ്കാലുകൾക്കും മറുപടി നൽകിക്കൊണ്ടാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. ഇനി സംസാരിക്കേണ്ടത് മയ്യത്ത് കുളിപ്പിക്കലിന് ഒരു പൂർണ്ണമായ രൂപമുണ്ട്. മയ്യത്ത് നമസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് പൂർണ്ണമായ, അങ്ങനെ 2 രൂപം അതിൽ. അപ്പം രണ്ടും ഒന്ന് പൂർണ്ണമാകും 3. അത് മയ്യത്ത് പല വിഷയത്തിൽ പറയേണ്ടതാണ്. പിന്നെ മയ്യത്ത് നമസ്കാരം 3 വകുപ്പുണ്ട്. ഒന്ന് മയ്യത്ത് മുമ്പിൽ വെച്ച് നിസ്കരിക്കണം. ഒന്ന് ദൂരപ്രദേശത്തൊരാൾ മരിച്ചു എന്നറിഞ്ഞിട്ട് മയ്യത്തോടൊക്കെ കഴിഞ്ഞെന്ന വിശ്വാസം ഇവിടെ നമുക്ക് നിസ്കരിക്കാം. ബാഫക്ക തങ്ങളുടെ മക്കത്ത് നിന്ന് മരിച്ചപ്പോൾ ബില്ലാപ്പള്ളി പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചു. അന്ന് കുഞ്ഞേറ്റി മുസ്ലിയാർക്ക് ആരോഗ്യം കുറവുള്ളത് കൊണ്ട് ഞാനായിരുന്നു അവിടെ ഒരു കൊല്ലത്തിലേറെ ഖുതുബ ഓതാനും റമദാൻ്റെ ഇമാമത്തിനും. നിങ്ങളൊക്കെ അത് അനുഭവിച്ചറിഞ്ഞവരായിരിക്കും. ആ സമയത്തായിരുന്നു ബാഫക്ക് തങ്ങൾക്കുള്ള മൗത്ത്. അങ്ങനെ വെള്ളിയാഴ്ച മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇമാമ നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ ഫർലാക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്ന അള്ളാഹു അക്ബർ അങ്ങനെ കൈകെട്ടുക. ഒരു ഫാത്തിഹ ഓതുക. രണ്ടാമത് അള്ളാഹു അക്ബർ എന്നിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുക. മൂന്നാമത് അള്ളാഹു അക്ബർ എന്നിട്ട് അള്ളാഹു മഗ്ഫിർ ലഹു, അത്രയുമാണ് അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് പറയുക. നാലാമത് അള്ളാഹുവിന് സലാം വിട്ട് അവിടെ ഒന്നും ചില നിർബന്ധം. ഇതാ മയ്യത്തുകാരൻ. അങ്ങനെ എല്ലാവരും മയ്യത്ത് നിസ്കരിക്കും.
നിസ്കാരം കഴിഞ്ഞ പലരും എന്നാൽ ഇത്ര ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരൊക്കെ മരിച്ചിട്ട് മയ്യത്തേക്ക് ഞാളെ കഴിഞ്ഞങ്ങ് പോയല്ല ഇത്ര പെട്ടെന്നൊരു മിനിറ്റ് കൊണ്ട് പഠിക്കുമെങ്കിൽ ഞാളെ ഇതുവരെ വിചാരിച്ചില്ല നിങ്ങൾക്ക് ഗുണപെട്ട മൊഴിയാറായാൽ ഇതൊക്കെ അനുഭവം വെച്ചുകൊണ്ടായി പറയുന്നത്. അപ്പം മയ്യത്ത് നമസ്കാരത്തിൻ്റെ 3 വകുപ്പ്. ഖബറും പുറത്ത് വെച്ച് നിസ്കരിക്കൽ, അത് 3ാമത്തെ വകുപ്പാണ്. ഒന്ന് മയ്യത്ത് മുമ്പിൽ വെച്ച് നിസ്കരിക്കൽ, മറ്റൊന്ന് മറ്റൊരു നാട്ടിൽ മരിച്ച മയ്യത്തിന് ഇവിടുന്ന് നിസ്കരിക്കൽ, സലാത്തുൽ ഗായിബ്, മറ്റൊന്ന് ഖബർ പുറത്ത് നിസ്കരിക്കൽ. ഈ 3 രൂപത്തിനെ സംബന്ധിച്ചും സമയമുണ്ടെങ്കിൽ കഫൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാൻ. ഖുർആനിലുള്ള പറയുന്നത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇത് ഖുർആനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ ഫമതാ വജദഹാ ദഫിറ ബിഹാ. ശർഈയായ ഇൽമ് ഒരു സത്യവിശ്വാസിക്ക് ഒരു വീണുപോയ മുതൽ പോലെയാണ്. ഫമതാ വജദഹാ ദഫിറ ബിഹാ, അതെവിടുന്നാ എത്തിക്കുന്നത് അതോനും കരസ്ഥമാക്കും. ഇവിടുത്തെ കൈമ റാഡോ ബാച്ച് കഴിഞ്ഞ് വീണു, ഒരു 10-20,000 രൂപ വിലക്കുള്ളതല്ലേ, 1-2 കൊല്ലം നോക്കിയാണ് പോട്ടെ എന്ന് വെച്ചു. ഒരു 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കിണർ ഒന്ന് ചളിയൊക്കെ എടുത്ത്, വെള്ളം കുറവല്ലേ, നല്ല വെള്ളം ഉണ്ടാകുമായിരിക്കും, ആ കിണറൊന്ന് ക്ലീനാക്കി ആ ചടിയെല്ലാം എടുത്തിടുമ്പോൾ ഒരു ചുവന്ന സാധനം. അൽഹംദുലില്ലാ, നബീസ് കണ്ട് കെടിയത പോളെ 5 കൊല്ലമല്ലേ കുഞ്ഞുമോനെ കാണേണ്ട കെടിയത, സന്തോഷ ചിരിയോടെയും കൊടുക്കൂലേ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ, ശർഈയായ ഇൽമ് ഒരു സത്യവിശ്വാസിക്ക് ഒരു വീണുപോയ മുതൽ പോലെ കാണും, അതെവിടുന്ന് കിട്ടിയാലും കൊടുക്കൂലേ. അതുപോലെ നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കൽ ആവശ്യമുള്ള കാര്യങ്ങൾ എവിടെയാണോ വിവരിക്കുന്നത് അവിടുന്ന് ഇങ്ങ് എടുക്കുക തന്നെ. കുറേ സംശയങ്ങൾ ചിലർ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മറഞ്ഞ മയ്യത്തിൻ്റെ മേൽ നമസ്കരിക്കുന്നതിൻ്റെ പരിധി എത്ര എന്ന് പറഞ്ഞാൽ, മയ്യത്ത് നമസ്കാരം 3 രൂപത്തിലുണ്ട്. ഒന്ന് മയ്യത്ത് മുൻപിൽ വെച്ചുള്ള നമസ്കാരം, ഒന്ന് ദൂരപ്രദേശത്ത് ഒരാൾ മരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കുക. അതിൻ്റെ പരിധി ആ മരിച്ച വീട്ടിലെത്താൻ നിനക്ക് പ്രയാസമുണ്ട്. മഹല്ല് 2 or 1 എന്നതല്ല പ്രശ്നം. ഒരു 8 കിലോമീറ്റർ വീതി വിസ്താരമുള്ള ഒരു സ്ഥലമാണ്. ഇവൻ ആ കിലോമീറ്റർ തുടങ്ങുന്ന സ്ഥലത്താണ് ഓൻ്റെ വീട്. 8ാമത്തെ കിലോമീറ്ററിൽ വെച്ചാൽ ഒരാൾ മരിച്ച, ഇവനിക്ക് ഒരു നിലക്കും നടന്നെത്താനാവും. വിചാരിച്ച പോലെ സൗകര്യമില്ല അവിടെ എത്താൻ. എന്നാൽ ഓനിക്ക് ഇവിടുന്ന് മയ്യത്തേക്ക് മരിച്ച മയ്യത്തിൻ്റെ മയ്യത്ത് കുളിപ്പിൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പല ആളുകളും പല സ്ഥലത്തും മരിച്ചാൽ ജുമഅത്ത് പള്ളിയിൽ നിന്ന് മയ്യത്തിന് മേൽ നമസ്കരിക്കാറുണ്ട്. അവൻ്റെ മഹല്ലിലാണ്, അവിടെ എത്താൻ അവനിക്ക് പ്രയാസമൊന്നുമില്ല. എന്നോ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് നിസ്കരിക്കണം. ഉദാഹരണം, തട്ടാങ്കുനി അബ്ദുറഹിമക്കാൻ്റെ വീട്ട്, ആ വീട്ടിലുള്ള ഒരാൾ ഇവിടെ ചെറിയ മൈനൊരാൾ മരിച്ചു, എന്നാൽ ഓനിക്ക് ഇവിടെ വരാൻ ഒരു പ്രശ്നവുമില്ല. നടന്നാൽ 10 മിനിറ്റ് വേണ്ടാലോ ഓൻ്റെ അടുത്ത് ആയബായിട്ട് നിസ്കരിക്കാമോ, അത് നിസ്കരിച്ചു വിടാം. അപ്പോൾ മഹല്ല് 1 or 2 എന്നുള്ളതല്ല അതിൻ്റെ മുഴത്തമത അഭിപ്രായത്തിൽ. ആ മരിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ ഇവന് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. നടക്കാൻ പറ്റുന്ന കഴിയുന്നില്ല, ഉദ്ദേശിച്ച പോലെ എത്താനും പറ്റൂല. അങ്ങനെയൊക്കെയുള്ള ഒരു ദൂരത്താണെങ്കിൽ അവനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കാം. കണ്യത്ത് ഉസ്താദ് മരിച്ചപ്പോൾ നമ്മൾ ഇവിടുന്ന് നിസ്കരിച്ചല്ലോ, ശംസുൽ ഉലമ മരിച്ചപ്പോൾ ഇവിടെ നിസ്കരിച്ചല്ലോ, ബാഫക്ക് തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മരിച്ച നമ്മൾ ഇവിടെ നിസ്കരിച്ചല്ലോ. ഇതാ ഗായിബായ മയ്യത്തിൻ്റെ മേലുള്ള നമസ്കാരം. മറ്റൊന്ന് ഖബറും പുറത്ത് വെച്ചൊരു നമസ്കാരമാണ്. ഒരവസരം അല്ലാഹുവിൻ്റെ റസൂൽ പള്ളിയിൽ വന്നപ്പോൾ, സാധാരണ പള്ളി കാണുന്ന ഒരാൾ പള്ളി അടിക്കുകയും വെടിപ്പാക്കൊക്കെ ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ പള്ളിയായിട്ട് വലിയ കണക്ഷനാണ്, അയാൾ അന്ന് കണ്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഐനമങ്കാന യഖുമുൽ മസ്ജിദ, ഇവിടെ നമ്മളെ പള്ളി അടിക്കുകയും വരൊക്കെ ചെയ്യുന്ന ഒരാൾ, അയാൾ പോയി, അയാളെന്താ കാണാത്ത? അള്ളാഹുവിൻ്റെ റസൂൽ, അയാൾ ഇന്നലെ മരിച്ചു, നമ്മൾ രാത്രി തങ്ങളെ അറിയിക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഞാളതിന് ചെയ്യേണ്ട സംഗതികളൊക്കെ കൃത്യമായി ചെയ്ത് ഞങ്ങൾ കബറടക്കി. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കുറച്ച് ഗൗരവത്തോട് ചോദിച്ചു, അഫലാകുന്തും ആദന്തും മുനി, അക്കാര്യം എന്നെ അറിയിച്ചുകൂടായിരുന്നു നിങ്ങൾക്ക്? ഒരു പ്രധാനപ്പെട്ട ആദ്യം നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ലേ, ആളയക്കൂലേ?
എന്നാൽ അത് ശരിയായില്ല, നിങ്ങൾക്ക് അറിയിക്കാമായിരുന്നു. ആവട്ടെ, നിങ്ങൾ എവിടെയാണ് അയാളെ ഖബറടക്കിയത്? അസ്ഹാബിമാരെയും കൂട്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഖബർസ്ഥാനിയിൽ കയറി ഒരു പുതിയ ഖബറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ ഖബറിലാണ് നബിയെ ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിനെ മറവ് ചെയ്തത് എന്ന് സഹാബത്ത് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ ആ ഖബറിനെ മുൻപിലാക്കി അവിടെ നിന്ന് ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല അല്ലാഹു അക്ബർ ഖബറും പുറത്ത് വെച്ചുകൊണ്ട് നമസ്കരിച്ചു. ഇത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഇന്ന് എടുത്തുപോയി. എന്ത് ചെയ്യും? ഉപ്പ മരിക്കുമ്പോൾ ഓൻ ഗൾഫിലാണ്, ഓനക്ക് പെട്ടെന്ന് ടിക്കറ്റ് ശരിയായില്ല, ഓനെ സ്പോൺസറല്ല പാസ്പോർട്ട്, അത് പെട്ടെന്ന് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. എപ്പോൾ? ശനിയാഴ്ച. എന്നാൽ അവനെ ഖബറിന് പോക്ക് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച പറമ്പ് പോകും. പറമ്പ് ജുമയൊക്കെ അല്ല മുക്കരിക്ക ഒരു ജാസിനോ ദ്വാരക്ക ഉപ്പാൻ്റെ ഖബറാന്ന് പറയും. മോനെ അത് ശരിയല്ല, ഇനി വന്ന അന്നേരം പോവാ, ഒതുണ്ടാക്കിയിട്ട് പറമ്പ് പോവാ. ഒരു ചെറിയ പായോ ഒരു കടലാസോ ഒരു എന്തെങ്കിലും അങ്ങ് എടുത്തോ. സാധാരണ മയ്യത്ത് വെക്കാൻ സ്ഥലത്ത് കുഴിച്ച് കിളച്ചിട്ടുള്ള മണ്ണ്, ഒരു ഖബറ് കുറേ മണ്ണിങ്ങി വരും, നേരത്തെ പിന്നെ കുറേ മണ്ണുണ്ടാകും, അങ്ങനത്തെ ഖബറ് ഇവിടെ മണ്ണിങ്ങി പുറത്ത് വരും. മയ്യത്തിൻ്റെ ഈ ചീയും ജലവുമൊക്കെ കലർന്ന മണ്ണാണ് ചുവട്ടുനിന്ന് കിളന്ന് വരിക. അത് മുത്തനജിസായ മണ്ണ. ആ മണ്ണ് ചവിട്ടി നിന്നൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഒതുണ്ടാക്കി ഒരു ശുദ്ധിയുള്ള എന്തെങ്കിലും ഒരു സാധനം, കടലാസോ ഒരു തോത്ത ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ചെരുപ്പ് തന്നെ വൃത്തിയുള്ളതാണെങ്കിൽ ആ ചെരുപ്പിൻ്റെ മേലട കയറി നിന്നോ. അതല്ല ഒരു പായോ മുസല്ലി എന്തോ എടുത്തോ. ഇതിൻ്റെ ഖബറിൻ്റെ എടുത്തിട്ട് ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല അല്ലാഹു അക്ബർ. ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു. ഫർള ഖബർ മയ്യത്ത് നിസ്കാരം അല്ലാഹു അക്ബർ. ഒന്ന് മയ്യത്ത് നമസ്കരിച്ചു. ഇതൊന്നും ഇന്നില്ല എന്നുള്ളതിൻ്റെ പുറമെ അഥവാ ഏതെങ്കിലും ഒരു സാധു നിൽക്കരിക്കുന്നത് കണ്ടു എന്ന് നോക്കുക, അപ്പണേക്ക് പൈസ പിരിക്കുവാൻ തുടങ്ങും. സ്മനാജ് നിങ്ങൾ 10 രൂപ എടുക്കാം, കഥയാണ് 10 രൂപ നമുക്ക് ഓണം ശാന്തകുമാരനെ കാണിക്കണം. എന്താ ഇത്ര നല്ല പള്ളി കാട്ടുപേര് നിൽക്കരിക്കോ വരാൻ തന്നെയല്ലേ? കൊണ്ടുകൊണ്ട് ആര്യാന്നുള്ളത് തിരിയുന്നവനിക്ക് തിരിയും, ഈ പൈസ പിരിക്കുന്നവനോ നിൽക്കരിക്കുന്നവനോ. ഇതൊക്കെ പൊതുജനങ്ങളെ ശ്രദ്ധയിലൊന്നുണ്ടാവല് നല്ലതാ. ഞാനീ പറഞ്ഞ ശാന്തകുമാരത്തും കൊണ്ടുപോകില്ലാലോ. ഒരു ഇമാമിനെ തുടരാൻ ഒരു പുരുഷൻ അവൻ ഇമാമിൻ്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അതിൻ്റെ ശേഷം ഒരു പുരുഷൻ വന്നാൽ അവൻ ഇമാമിൻ്റെ ഇടഭാഗത്ത് നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. എന്നിട്ട് രണ്ടാളും തുടർച്ചയായി 3 അനക്കം അനങ്ങാതെ വളരെ സമാധാനത്തിൽ ബേക്കോട്ടിറങ്ങി ഒരു സഫായി നിൽക്കുക. പിന്നെ ഒരാൾ വന്നാൽ സഫിൻ്റെ വലഭാഗത്ത്, പിന്നെ ഒരാൾ വന്നാൽ സഫിൻ്റെ ഇടഭാഗത്ത്. ഇങ്ങനെ കറക്റ്റായിട്ടാണ് സഫ് കെട്ടേണ്ടത്. ഇത് പുരുഷന്മാരെ സഫിൻ്റെ ഹുക്കുമാണ്. ഒരാൾ പള്ളിയിൽ വന്നപ്പോൾ സഫിൽ മുഴുവൻ നിറഞ്ഞി, വലത്തും സ്ഥലമില്ല ഇടത്തും സ്ഥലമില്ല. എനിക്ക് സഫിൻ്റെ ഇടയിൽ കയറി പറ്റാനുള്ള വിടവുകളുമില്ല. അങ്ങനെ വന്നാൽ അവൻ എന്ത് ചെയ്യണം? അവൻ ഇമാമിൻ്റെ നേരെ ബേക്കിലുള്ള സൂത്രത്തിൽ സഫിൻ്റെ പിന്നിൽ നിന്ന് കൈകെട്ടുക. ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലാക്ക് ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. കൈ കെട്ടിയതിൻ്റെ ശേഷം അവൻ്റെ മുൻ സഫിലുള്ള ഏതെങ്കിലും ഒരാളെ ബേക്കുന്നോ ഭരിക്കുക, ബേക്കുന്ന ഷർട്ട് വെച്ച് ഭരിക്കുക. ഭരിക്കുമ്പോൾ ഈ വലിക്കപ്പെടുന്നവൻ്റെ സുന്നത്ത് ഇവന് സൗകര്യം ചെയ്യും. മെല്ലെ നിന്നിറങ്ങി ഇവൻ്റെ ഒക്കെ നിന്ന് കൊടുക്കുക. എന്നാൽ ഇവരൊരു സഫായല്ലോ. അപ്പം ആ വിടവ് അവർ തന്നെ നടത്തി നിന്നിട്ടൊന്ന് അടക്കുക. ഇങ്ങനൊരു നിയമമാണ്. അതുങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്ന് പഠിച്ചവിടെ വെച്ചാൽ നല്ലതാ. കാരണം എന്നാൽ പള്ളിയിൽ അടി ഉണ്ടാവില്ല. അതന്നെ ഇപ്പോഴത്തെ സാധാരണ പള്ളിക്ക് അങ്ങനെ വരില്ല. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചാൽ മയ്യത്തിക്കരിക്കാരും വന്ന് മയ്യത്തിൽ നിക്കരിക്കുമ്പോഴേക്ക് ജമാഅത്താക്കണം, അന്നേരം കൂടല അവൻ്റെ പതിവ്. അങ്ങനെ ഏതോ ഒരു പ്രധാനപ്പെട്ട ആൾ മരിച്ചിട്ട് പള്ളിയിൽ മയ്യത്തിക്കരിക്കാൻ ഉണ്ട്. മയ്യത്തിക്കരിക്കുമ്പോഴേക്ക് ദൂറാൻ കൊടുത്തു. മയ്യത്ത് കൊണ്ട് അവർ പോയി. ഇനിയിപ്പോൾ ദൂർന്ന് കഞ്ചിൽ പോകാൻ നെല്ലെടുത്തെത്തി.
അങ്ങനെ എല്ലാവരും ഓരോരുത്തരും കൈയ്യട്ടി, ഇയാളും കൈയ്യട്ടി. അങ്ങനെ നിക്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബേക്കുന്ന ഒരു ബലി എന്തെന്നാ പഠിച്ചോനെ. ചില ട്യൂബിലിൻ്റെ അടുത്തൊക്കെ ചില പ്രാണിയല്ലുണ്ടായാൽ മേത്ത് പതും അത് ഇത്ര ഒച്ച ഉണ്ടാവില്ല, ഇത്ര ശക്തി ഉണ്ടാവില്ല. അവനക്ക് തിരിഞ്ഞു നോക്കുവാനും ആകുന്നില്ല. തിരിഞ്ഞൊന്ന് നോക്കിയാൽ നിൽക്കാറൊന്നും പാത്തിലാവില്ലേ. എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ നിൽക്കണം. എത്ര വലിയ കടുത്ത തെറ്റിയതവനാണെങ്കിലും ആ ലാസ്റ്റ് ഘട്ടത്തിൽ പടച്ചോനെ പറ്റി നല്ലൊരു വിശ്വാസം, എന്നെ റബ്ബ് രക്ഷിക്കും. അല്ല എന്നെ രക്ഷിച്ച അവനിക്കൊന്നും കുറഞ്ഞുവാൻ അവനോട് ആരോട് ചോദിക്കും, ഇഞ്ഞെന്ത് പടച്ചോനാവണം, എനിക്കെന്ത് തിരിഞ്ഞെങ്ങനെ അവനാണ് സ്വർഗത്തിലാക്കുക. അള്ളാനോട് അറിഞ്ഞു. അള്ളാന്റെ പ്രവൃത്തി അള്ളാനോട് ചോദിക്കപ്പെടൂല, ജനങ്ങളോടാണ് ചോദ്യം. എന്തെങ്കിലും നിസ്സാര സംഗതി ഉണ്ടാവും, അതുകൊണ്ട് അവൻ്റെ എല്ലാം കൊടുത്തു വയ്ക്കണ്ട. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തെന്നാ നമുക്ക് ഇപ്പോൾ തിരിയില്ല. അത് ചില മനുഷ്യൻ്റെ ഒക്കെ ഉണ്ടാവും, ആണ്ടിനോ പെണ്ണിൻ്റെ ഉണ്ടാവും. അതുകൊണ്ട് ഭാരതത്തിലായി മരിക്കുക നോക്കുമ്പോൾ ഞാൻ മരിച്ച പരലോകത്ത് കുത്തി തന്നെ ആയിരിക്കും, ഒരു ലക്ഷ്യം എനിക്ക് പരലോകത്തുണ്ടല്ലോ. അങ്ങനെ ഒന്നുമല്ല. അള്ളാഹിനെ കൊണ്ട് വിചാരിക്കേണ്ടത് റബ്ബിനെ കൊണ്ട് നല്ല ഭാവന, എന്നെ അള്ള രക്ഷിക്കും, ഇനി രക്ഷിക്കണേ പഠിച്ചോനെ എന്ന് അള്ളാഹ് പറയും. ചിന്തിച്ചോ, ഇന്നീ പറയുന്ന വിഷയങ്ങളൊക്കെ ഇന്ന് തന്നെ ഒരു പക്ഷേ നമ്മളൊക്കെ ഏതെങ്കിലും വീട്ടിൽ ആവശ്യം വരും. ചിന്തിച്ചോ. ഫൈദാ മാത്ത, ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചാൽ ആ തടിയിൽ 7 സംഗതി ചെയ്യണം. ഒന്നാമത്തെ സംഗതി എന്താണ്? ആ മനുഷ്യന്റെ 2 കണ്ണിങ്ങനെ തുറന്നിരിക്കും മരിച്ചാൽ. ഇങ്ങനെ ഇന്ന റൂഹ ഇദാ ഖുബിദ തബിഹുൽ ബസാർ, റൂഹിനെ പിടിക്കപ്പെട്ടാൽ അതിൽ കണ്ണും താപിയ, എല്ലാ അവയവത്തിൻ്റെ റൂഹിനെ പിടിക്കും. കണ്ണിങ്ങനെ തുറന്നുകൊണ്ട് കണ്ണിൻ്റെ മൗത്ത് പോയിക്കില്ലേ കുഞ്ഞോളാജി, കണ്ണ് തുറന്നിരിക്കണം നോക്കുന്ന. അങ്ങനെ ഒന്നും ഇനി വിചാരിക്കണ്ട. റൂഹ് പോയോ, കണ്ണിൻ്റെ പോയി. അതുകൊണ്ട് കണ്ണുകൾ ചിമ്മിപ്പിച്ചോ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ പറഞ്ഞു നോക്കും മോനെ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ പറഞ്ഞു നോക്കും മോളെ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊന്ന് ചിമ്മിപ്പിക്കണം. 7-ൽ ഒന്നാമത്തെ സംഗതി അതാണ്, എണ്ണിപ്പടിച്ചോ. രണ്ടാമത്തെ സംഗതി ഒരു വീതിയുള്ള തുണി കഷ്ണം എടുക്കുക, എന്നിട്ട് താടിയലിന്റെ താഴ്ഭാഗത്ത് കൂടി മൂർധാവിന്റെ മധ്യത്തിൽ കൂടി ശരിക്കൊന്ന് കെട്ടിക്കൊടുക്കണം. എന്തിനാണത്? റൂഹി പിരിയുമ്പോ എന്തോരവസ്ഥ, ഇത്ര ഇങ്ങനൊക്കെ ഉണ്ടാകുക. അപ്പൊ കണ്ണും തുറന്ന് വായും തുറന്ന് ആ വികൃത രൂപത്തിലാകുമ്പോ ഓന്റെ സ്വന്തം പെണ്ണ് കോളം മാപ്പിള നോക്കാൻ തോന്നുന്നു. ഇത്തിര പിരിശത്തുന്ന പെണ്ണുങ്ങളെ അയ്യൊരു കോലത്തിൽ ആ പെണ്ണുങ്ങളെ മൗത്തിന്റെ സ്വന്തം മാപ്പിളക്കുതിരോളം മൂടി നോക്കാൻ തോന്നൂല. എന്തോ ഒരു ബേജാറും ബെത്തപ്പാട് ഇനി ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ പിരിഞ്ഞു വേഗം കണ്ണാടി ജിമ്മിപ്പിക്കുക, ഒരു തുണി റെഡിക്കൊന്നാട് കെട്ടുമ്പോ ഇങ്ങനെ കൂടി അടക്കും, കണ്ണും പൂട്ടി അടക്കും. അപ്പൊ ശരിക്കും ഉറങ്ങിക്കിടക്കും പോലെ ഇരിക്കും. അപ്പൊ 7 സംഗതിയാണ് ശരീരത്തിൽ ഉടനെ ചെയ്യേണ്ടത്. 7-ൽ നിന്ന് 2 നിങ്ങൾക്ക് പഠിപ്പിച്ചത്. മൂന്നാമത്തെ സംഗതി വലുയ്യിനത്ത് മഫാസിലുഹു, അവയവങ്ങളൊക്കെ നിവൃത്തി മടക്കി മയമാക്കുക. നമ്മളെ ശരീരത്തിൽ എല്ലാ ഞാട് ഞരമ്പുകളും രക്തം നടക്കുന്നു. രക്തം പരിശോധിക്കല്ലേ, സിസ്റ്റർ അല്ല ഡോക്ടർ സിറിഞ്ചെടുത്ത് ഒന്ന് കടത്തി ഒരു നരമ്പൻ എന്നിട്ട് പരിശീലിക്കുക. രക്തം ഏത് ഞരമ്പിലുണ്ടാവും രക്തം. ശരീരമാസകലം രക്തം നടക്കുന്നു. മൗത്തോടുകൂടി രക്തത്തിന്റെ ഓട്ടം നിലക്കും. ആ രക്തം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇഷ്ടാനുസരണം കയ്യും കാലൊക്കെ മടക്കാനും നീർക്കാനൊക്കെ കഴിയുന്നത് രക്തത്തിന്റെ ഓട്ടമാണ് അതിൻ്റെ മുഖ്യമായ സംഗതി. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് സൗകര്യപ്പെടുന്നത്. മരിച്ചാൽ പിന്നെ രക്തം ഓടൂല. രക്തം ഓടാതെ ബേയാണ്ട് മരിച്ചു. ആ പിന്നീട് ചെയ്യേണ്ട മൂന്നാമത് സംഗതി, എണ്ണ തീർന്നാൽ ലേശം നേരം വിളക്ക് കത്തൂലോ,
അപ്പൊ ഇതുവരെ മടങ്ങി നീർക്കുകയൊക്കെ ചെയ്ത ഈ കയ്യും കാലും റൂഹ് പിരിഞ്ഞാലും ഒരു കുറച്ച് സമയം മരയിക്കാണ്ടുണ്ടാവും. അതുകൊണ്ട് അവയവങ്ങളൊക്കെ നീർത്തി മടക്കി കൈ എന്താ ഇങ്ങനെ മുട്ടിത മുട്ടിന്റെ മേൽപോട്ട് നമ്മളൊക്കെ അതുപോലെ കാല് മുട്ടിലെ ഒന്ന് മുട്ടിന്റെ മേലെ ഒന്ന് മടക്കി നിൽക്കുകയും ചെയ്യാം. തെല്ലിയൊരു മഫാസിൽ. ഇതാണ് മൂന്നാമത്തെ സംഗതി, അവയവങ്ങളെ നിവൃത്തി മടക്കി മയമാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മരവിക്കൂല. എത്രത്തോളം കിതാബിൽ പറയുന്നു, ഈ മയ്യത്തിനെ കാണാനും തൊടാനും പറ്റാത്ത ആളാ മരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു എത്തിപ്പെടുന്നുമില്ല. ഒരു 3 മണിക്ക് ഒരുത്ത 10 വീണതാ, 10 അടച്ചാണില്ല ഇപ്പൊ താണേ. ഇങ്ങനെയാ വീട്. ആടുള്ള ഓന്റെ പെണ്ണുങ്ങളെ അനിയത്തിയ അല്ല, ഓന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളാ. ഏട്ടന്റെ പെണ്ണുങ്ങൾക്ക് അനിയനെ കണ്ടുവിടാലോ, അനിയന്റെ പെണ്ണുങ്ങൾക്ക് ഏട്ടനെയും കണ്ടുവിടാലോ. ഓന്റെ പെണ്ണുങ്ങളെ അനിയത്തിക്ക് ഏട്ടത്തിന്റെ മാപ്പിളനെ കണ്ടുവിടാലോ. അപ്പൊ കാണുവാനും തൊടുവാനും പറ്റാത്ത ആളെ പുരയിലുള്ളൂ. അവിടെ കറണ്ടില്ല, അവിടെ ലൈറ്റില്ല, 3 മണിക്കാ കുറേ ദൂരിയാ, അതിൻ്റെ അടുത്ത് പുരയില്ല, അട്ടാഴ്ചാറും അങ്ങനൊക്കെ വന്നൂടെ. അപ്പൊ ഇങ്ങനെ 10 വീണ ഈ മനസ്സിനെ നാളെ 10 മണി വരെ ഇങ്ങനെ കിടത്തി ആളുടെ പേരുടെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാകുക. അപ്പൊ മനസ്സിനെ കുളിപ്പിക്കുക എടുക്കുക, എന്തൊരു വിഷമം ഉണ്ടാവും. ഓനൊക്കെ എടുത്താൽ സാധാരണ മയ്യത്തെട്ടിന് പറ്റുമോ? ഓനെ കബറിലൊക്കെ എത്ര പേരെ കബറ് പോയിക്കേണ്ടി വരും? എല്ലാം ബനാലേ. അപ്പൊ കാണുവാനും തൊടുവാനും പറ്റാത്ത ആളാ ഉള്ളതെങ്കിലും ഈ പ്രാഥമികമായ സംഗതി പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. നീ കൈമളത്തിൽ തുണിയാട് ചുറ്റിക്കോ, അത് പിന്തിക്കണ്ട. 7 സംഗതിയാണ് റൂഹ് പിരിഞ്ഞാൽ ഈ തടിയിൽ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സംഗതി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് ചിമ്മിപ്പിക്കലാണ്. രണ്ടാമത്തെ സംഗതി താടിയലിൻ്റെ താഴ്ഭാഗത്ത് കൂടി മൂർധാവിൻ്റെ മധ്യത്തിൽ കൂടി ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടലാണ്. മൂന്നാമത്തെ സംഗതി അവയവങ്ങളെ നിവൃത്തി മടക്കി മയമാക്കലാണ്. നാലാമത്തെ സംഗതി മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ ആണേ പെണ്ണെ ശ്രദ്ധിച്ച്, ഏത് വീട്ടിലും ആവശ്യം വരും. മരിക്കുമ്പം തടിയുമല് ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റുക. എന്നിട്ട് വൃത്തിയുള്ള തുണി കൊണ്ട് ഔറത്ത് മറക്കുക. മൗത്ത് വരുത്തം വലിയ ശക്തിയാ. ആണിനും ശക്തിയാ, പെണ്ണിനും ശക്തിയാ. ചിലർ അപ്പട് ഛർദിച്ചു നൊരമ്പും കഫൊക്കെയായി, ചിലർ രക്തം ഛർദിക്കൂ, ചില മൂത്രമൊക്കെ ശരചരോന്ന് പറയാണ്ട് വെയ്യൂ, അറ്റാക്കൊണ്ടൊക്കെ മരിക്കും. അതൊക്കെ ഭയങ്കര വേദനയുടെ സംഗതിയല്ലേ. അപ്പൊ മിക്കവാറും മൗത്ത് പിരിഞ്ഞാല് പത്തിപ്പോയിക്കുണ്ടാവും, ചിലപ്പോൾ തൂറിപ്പോയിക്കുണ്ടാവും, ചിലപ്പോൾ തറച്ചുപോയിക്കുണ്ടാവും. അപ്പൊ മേത്തുള്ള തുണിയൊക്കെ നജീസുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യത. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഈ തടിക്ക് ചെയ്യേണ്ട 7-ൽ നാലാമത്തെ സംഗതി മരിക്കുമ്പോൾ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഔറത്ത് മറക്ക. ഇത് പഠിക്കണേ കേട്ടോ. പെട്ടെന്ന് നഞ്ഞുവഞ്ഞായി CM കൊണ്ടുപോയി, അവിടുന്ന് മരിച്ച് ഇങ്ങ് കൊണ്ടുവന്ന് പറമ്പിലൊരാളയച്ച്, തുണിക്കൊരാളയച്ച്, ഒരു പേര് 10 ആളിലെത്തി മുളങ്ങെടുക്കുക. മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി കിടത്തിയാൽ അവൻ്റെ പാൻറ് കഴിക്കൽ, അവൻ്റെ ഷണ്ടി കഴിക്കൽ. ഇതെല്ലാം പല വീട്ടിലുമുള്ള അനുഭവങ്ങൾ. ഇതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇതേത് വീട്ടിലും ആവശ്യം വരുന്ന സംഗതിയാണ്. നാലാമത്തെ സംഗതി ഇതാണ്. അഞ്ചാമത്തെ സംഗതി وستر جميع بدنه بثوب خفيف. وستر جميع بدنه بثوب خفيف. ഒരു കട്ടി കുറഞ്ഞ തുണി കൊണ്ട് ശരീരമാസകലം ഒന്ന് മൂടിക്കൊടുക്കുക. ശരീരമാസകലൊന്ന് മൂടിക്കൊടുക്കുക. ഒരു കട്ടി കുറഞ്ഞ തുണി, അതാ മൂടിയാണ്. ഇങ്ങനെ മുസ്ലിംകാരെ കാണണ്ടോലിക്ക് കാണാം. അതെങ്ങനെ? ആ മുഖം ഒന്ന് പൊന്തിച്ച് ഒന്നോല് കണ്ടിട്ട് അങ്ങോട്ട് മറച്ചേക്കട്ടെ. ഇതിപ്പം കുറച്ച് കാലമായിട്ട് വന്ന കുറേ വിദേഹത്തിൽ, ആ വിദേഹത്തിൽ ഇവിടെ നേർന്ന് സംസാരിക്കരുത്. എൻ്റെ അഭിപ്രായം ഇതാ, ഇക്കാലത്ത് നടക്കുന്ന വിദേഹത്തിനെ പറ്റി സംസാരിക്കരുത്. നമ്മളിപ്പോൾ കുറേ കാലം വഹാബി മൗദൂദ് സംസാരിക്കണം. വഹാബിക്ക് സലാത്ത് ചെല്ലണോ, മൗദൂദിക്ക് സലാത്ത് ചെല്ലണോ, ജോറി ജോറിയാണ്. അത് കുറേ കാലമായില്ല പറയും. ഇവിടെ ഞാൻ വള്ളിയാട്ടപ്പള്ളിയിൽ നിന്ന് മീസാൻ ഓതുമ്പോൾ ഈക്കയും പതിയും വന്ന്
ആടിക്കെട്ട് മുതലാളിൻ്റെ പുരയിൽ വഹാബിയോട് സംസാരിക്കുക. വള്ളിയാട്ടം പള്ളിയിൽ നിന്ന് കുറ്റ്യാടി മുക്കത്താലിക്കുട്ട പുരവരെ നടന്നു വലിയ കുട്ടിയാണ് അന്നേ തുടങ്ങിയതായി വഹാബിസിന് പ്രശ്നം. എൻ്റെ അഭിപ്രായം പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇക്കാലത്ത് നടക്കുന്ന കുറെ വിദഗ്ധൻ അതിനെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക. അത് ഈ കാലത്ത് ആവശ്യം. ഇപ്പൊ ഒരു ദർശനത്തിന് വെക്കല, മയ്യത്തിന്റെ മുഖം ഇങ്ങനെ തുറന്നിട്ട് ഒരു ദർശനത്തിന് വെക്കും. എല്ലാവരും വന്ന് കാണാൻ, പാർട്ടി ഓഫീസിലും വെക്കും, ടൗൺ ഹാളിലും വെക്കും, എല്ലാവരും വന്ന് കാണാൻ. ഇന്നാളെന്നില്ല, നമ്മളുടെ പ്രിയങ്കരനാകുന്ന PV മുഹമ്മദ് സാഹിബ് മരിച്ചപ്പോൾ ആസ്പത്രിയിൽ നിന്ന് മരിച്ചതാണ്. കൊണ്ടുവന്നിട്ട് ബാതുക്കലക്കൊനാൽ ഇങ്ങനെ കിടത്തി മുഖം തുറന്നിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. അപ്പോൾ സ്പീക്കറും അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. കണ്ടവർ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക, കാണാത്തവർക്ക് ജനാസ കാണാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കണ്ട് ഒരു മണിക്കൂറോളം ആണുങ്ങളുടെ അപ്പടെ പിന്നെ അനൗൺസ്മെന്റ് മാറ്റി, ദയവായി പുരുഷന്മാരെന്ന് സ്ഥലം മാറിക്കൊടുക്കുക, നമ്മളുടെ സഹോദരിമാർക്ക് ജനാസ കാണാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക. പെണ്ണുങ്ങൾക്കൊരു ധ്വനി കേൾക്കുകയല്ലേ ചെയ്യണ്ടു. അപ്പോഴൊക്കെ തുടങ്ങുമ്പോ പിന്നെ പെണ്ണുങ്ങളെ തവാഫ, അതിലയച്ചുകൊണ്ട് കുഞ്ഞാമിയുണ്ട്, ചിരിതയുണ്ട്, മാതി എല്ലാം തവാഫ. ഇത് നിർത്തിയേ പറ്റൂ. എത്ര വലിയ നേതാവായാലും ശരി, ഇത് നിർത്തിയേ പറ്റൂ. മയ്യത്തിനൊട്ടാകെ മൂടിയിട്ട് കിടത്തുക. ഹയാത്ത് കാലത്ത് കാണാൻ പറ്റുന്നോരിക്ക് മരിച്ചാലും കാണാം. ആണിനാണിനെ കാണാം, പെണ്ണിനെ കാണാം. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇല്ല. കളപ്പാമ്പള് നോക്കാരുക, എൻ്റെ കളപ്പരൂല്ലേ, കളപ്പന ഞാണില്ലേ, അവിടെ തന്നെ വന്നീനു. ഇനി നാളെ പണിക്ക് വരണടോ, നമുക്ക് പെട്ടെന്ന് 3-4 പണിക്കാരാവശ്യമുണ്ട്. നമ്മളവിടെ പോകില്ല, രാജൻ്റെ ആടെ ചന്ദ്രൻ്റെ ആടെ നമ്മൾ കാണൂലേ. അപ്പൊ നമ്മൾ മരിച്ചാൽ ചന്ദ്രനിക്കൊന്ന് കണ്ടൂടെ, ബാലനൊന്ന് കണ്ടൂടെ. മെച്ചറേ കൊടുത്ത് കൊടുവെള്ളം വേണ്ടീനു. ഇൻ്റെ ഉമ്മ കൊടുവെള്ളത്ത് നറാണിക്ക് കൊടുത്തില്ലേ? എന്താ നറാണി കൊടുവെള്ളത്തിനകത്ത് ഇതോടെ മെച്ചേറെ കൊടുവെള്ളത്ത നറാണി വന്നില്ലേ? ആണിനെ പെണ്ണിനെ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ആ മുഖം പൊന്തിച്ചൊന്ന് കണ്ടോട്ടെ, ഇങ്ങനെ തുറന്നിടണ്ട. പെട്ടെന്ന് അറ്റാക്ക് കൊണ്ടൊന്ന് മരിച്ചാൽ ആ പുരക്കാർക്കും മോരിയാർക്കും ഒന്നും ഒരു നിയന്ത്രണം കിട്ടുകയില്ല. എല്ലാം കൂടി നിലവിളിയായിരിക്കും. അന്നേരം ആടെ വെഞ്ഞ് കാണില്ല, പെണ്ണെ ഇഞ്ഞങ്ങോട്ട് പഠിഞ്ഞ് പെണ്ണല്ല എനിക്കിങ്ങനെ ഇവരെ കാണുക എന്തൊന്ന് പറഞ്ഞാലൊന്നും അന്നേരം നടക്കൂല. അത് ഉറപ്പാ. അതിനുള്ള ശാശ്വതമായ പരിഹാരമാണ് മിൻഹാജിൽ പറയുന്നു, ഒരു കട്ടി കുറഞ്ഞ തുണി കൊണ്ട് ശരീരമാസകലം മൂടണം. ഇതാണ് 5ാമത്തെ സംഗതി. 6ാമത്തെ സംഗതി, ഒരൽപ്പം കനമുള്ള, ഒരു 4-5 ഉറുപ്പത്തുങ്ങ കനമുള്ള ഒരു ചെറിയ സാധനം മയ്യത്തിന്റെ പള്ളേമ്മൽ വെക്കണം. അത് ഈ മൂടിയ തുണിന്റെ മേലെയായാലും ശരി, മൂടിയ തുണിന്റെ ഉള്ളിലായാലും ശരി, ലാകിന്നഹു ഫൗഖഹു, ഔരാ മേലെ വെച്ചോ, അതാണ് കൂടുതൽ നല്ലത്. അത് വയറ് വീർക്കാതിരിക്കാനാണ്. വാഹനത്തിനും മറ്റുമൊക്കെ തട്ടിയിട്ട് ജീവൻ നഷ്ടപ്പെട്ട പൂച്ചയും നായുമൊക്കെ പഞ്ചായത്തിൻ്റെ പ്രത്യേകം അതിനെ പെട്ടെന്നെടുത്ത് മാറ്റാൻ ഓർഡറാക്കി മാറ്റിയില്ല. അങ്ങനെ ഒരു 10-20 മണിക്കൂർ പൂച്ചൻ്റെ പള്ളിങ്ങനെ വീർത്തിട്ടുണ്ടാകും. ആ ചത്ത നായിൻ്റെ പള്ളിങ്ങനെ വീർത്തിട്ടുണ്ടാകും. വയറ് വീർക്കുക എന്ന സംഗതി ഏത് ജീവിക്കും സംഭവിക്കുന്നതാണ്. ഒരു മരിച്ച മയ്യത്തിൻ്റെ പള്ളിങ്ങനെ പൊന്തിയാൽ കണ്ണും തൊള്ളയും തുറന്നാൽ കാണാൻ പ്രയാസമുള്ളതിനേക്കാൾ കൂടുതൽ വയറിങ്ങനെ പൊന്തിയാലുണ്ടാകും. അത് പൊന്താതിരിക്കാനാണ് ആ ചൂട് മാറുന്നതിൻ്റെ മുൻപ് ഒരു കനമുള്ള സാധനം പള്ളൻ്റെ മേലെ വെക്കണം. ഇതാണ് 6ാമത്തെ സംഗതി. 7ാമത്തെ സംഗതി, മരണമാസന്നമായ വ്യക്തിയെ എങ്ങനെയാണോ കിടത്തേണ്ടത് അതുപോലെയാണ് മരിച്ച മയ്യത്തിനെയും കിടത്തേണ്ടത്. നമ്മളുടെ നാട്ടിലൊക്കെ മരിച്ചാൽ പിന്നെ മലർത്തിയാണ് കിടത്താറ് പതിവ്. ദോഷമില്ല, മലർത്തിയാണ് കിടത്തുന്നതെങ്കിൽ 2 കാല് കിബിലന്റെ ഭാഗത്ത്, അതിൻ്റെ എതിർവശത്ത് അങ്ങനെ തന്നെ കിടത്തണേ, ഉറപ്പാണ് കേട്ടോ. ഒരു ഇഷ്കാലും ഇല്ലേ. ഇതെന്താ മോനെ ഈ കാലാ പടിഞ്ഞാറോട്ട് വെക്കുന്നു, ജുമ്മോ എനിക്ക് ഇത്തിരി ആക്കല്ലാണ്ടായിപ്പോ, തലക്കോട്ട് വെക്ക്, തല പടിഞ്ഞാറോട്ടാക്കിയിട്ട് അധികം ആളും വെക്കുക. പല സ്ഥലത്തും കാണുന്ന അനുഭവമാണോ തലം കണ്ടു. ഞങ്ങൾക്ക് ബുദ്ധിപരം ചിന്തിക്കട്ടെ. ബുദ്ധിപരമായിട്ട്
ഇത് കഅബാന്ന് വിചാരിച്ചോളി, ഇത് കഅബാന്ന് വിചാരിച്ചോളി. ഞാൻ അവിടെ നിന്ന് നിൽക്കരിക്കുക, അപ്പം കഅബ വെള്ളം കൊടുത്ത് നിൽക്കരിക്കുക. അപ്പം നമ്മുടെ മുമ്പ് കഅബയില്ല, ഇതല്ലേ കഅബ. ഒരു മൈൽസ് ഉയരത്ത് കയറി ഓൻ്റെ മുമ്പിലും വരും കഅബത്തിൻ്റെ അന്തരീക്ഷം. കഅബ ഉണ്ടാവില്ലല്ലോ, കഅബത്തിനൊരു മൈൽസ് ഉയരുന്ന സ്ഥലത്താണ്. അപ്പം ഇതിൻ്റെ നേരെ അന്തരീക്ഷം അതും കഅബ. ആ ഒരു 10 മൈൽസ് ചോട്ടിലാ കുറെ ജനങ്ങൾ. അപ്പൊ കഅബത്തിന്റെ ഉള്ളിൽ 7 ഭൂമി വരെ 7 ആകാശം വരെ അന്തരീക്ഷം കഅബ. ആ പിൻഭാഗത്താ കഅബ ഒന്ന് വെക്കുക. ഇങ്ങനെ കടത്തിയാല് ഓൻ്റെ എല്ലാം കഅബ കൊടുത്തരും. ഇതിങ്ങനെ തന്നെ കഅബ എല്ലാം കഅബ കൊടുത്തരും, കാര്യം എല്ലാം കഅബ. നേരെ മറിച്ച് ഇങ്ങനെ കടത്തിയാലോ തല അങ്ങോട്ടാക്കിയിട്ട് ഓൻ്റെ ഈ മുൻവശത്ത് കഅബ ഒരു മണ്ണാൻ കട്ടി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇനി ഇതങ്ങ് ഉറപ്പിക്കുക, ഒരു മാറ്റവും അതിനില്ല. ഇതെല്ലാ മുസ്ലിയാക്കന്മാരും സർവസമ്മതമായി അംഗീകരിക്കുന്ന കിതാബാണ് മിൻഹാജ്. ആ കിതാബിലാണ് പലത് വയുവജ്ജഹുക്കൽ മുഹ്തദിർ, മരണമാസന്നമായ മനുഷ്യനെ കടത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ, അതുപോലെ മരിച്ച മയ്യത്തിനെയും കടത്തണം. വയതവല്ല ജമീഅ ദാലിക അർഫഖു മഹാരിമിഹി, ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത് മയ്യത്തിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളാണ്. കുറ്റിപ്പുറത്തുള്ള പള്ളിയിലെ മുക്രിയല്ല കേട്ടോ, വടകര കടപ്പുറത്തുള്ള ഒരാളല്ല. പിന്നെ ആരാ? ഈ മയ്യത്തിന്റെ അടുത്ത കുടുംബക്കാർ. ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം ഓരോരോ പുരക്കാരും പഠിച്ചു വെച്ച ഫസ്റ്റായില്ലേ. വില്യാപ്പള്ളി മുമ്പൊക്കെ കുഞ്ഞുമൂസാജിന്റെ ജീവിതകാലത്ത് ആ യത്തീംഖാന നമ്മളെ MJ ഹോസ്പിറ്റലൊക്കെ വരുന്നതിൻ്റെ മുമ്പും അതിൻ്റെ തുടക്കത്തിലൊക്കെ കൊല്ലത്തിൽ വേദമുണ്ടാവും. നല്ലൊരു സാഹസം ഉണ്ടാകും. ഒരു ഒഹാബി സുന്നി പ്രശ്നം ഒന്നും പറയില്ല. ആ പഠിക്കേണ്ട സംഗതി കിതാബ് ഇങ്ങനെ പറയാല. നമ്മുടെ ജോലി അതാ. അതിൻ്റെ ഗുണങ്ങൾക്ക് നിങ്ങൾക്ക് ഞാളെ 10 റീറ്റെടുക്കുന്ന പാത്രം നിങ്ങൾക്കൊക്കെ അറിയാം. മരിച്ചു കഴിഞ്ഞാൽ കുളത്തൂരാ കുറേ ഒന്തം പുറത്താ പീടിയക്കുനി ആ പൊരേരാ അവൾ മരിച്ച്. രാത്രി ഞാളൊക്കെ പോയി മയ്യത്ത് അന്നേരം തന്നെ കൊണ്ടുപോകണ്ടല്ലോ. എന്നാൽ പിറ്റേന്ന് എല്ലാവരും പോകണ്ടേ, കുറേ ഒന്തം കയറി പോകണം. അതെല്ലാം ബനിയ നമ്മൾ മോദിക്കന്നെ കൊണ്ടുപോവാ ആണ് തീർച്ചപ്പെടുത്തി. അപ്പൊ കുളിപ്പിച്ചിട്ടുണ്ടേ, അല്ല കുളിപ്പിക്കുക. അപ്പൊ ഒരു പെണ്ണും കിടന്ന് ബാധക്കല്ല പണിയെടുത്തു. ഇബ്രാഹിം അലി അറിയാം, ഞാൻ കുളിപ്പിക്കും, നിങ്ങളെ ബാധ കെട്ടി എന്നെ പഠിച്ചതാ, നിങ്ങൾ എടുത്തിട്ട് ആ കുളിമുറി കൊണ്ടുപോയി കെടുത്തന്നാണ് റെഡിക്കാൻ കുളിക്കും. എനിക്ക് എന്തൊരു സന്തോഷമായിട്ട്. ഇപ്പൊ പറഞ്ഞ മോളടക്കം എന്തോ ഒരു ആവശ്യം ഇവിടെ നല്ല ധൈര്യത്തിൽ പറഞ്ഞു, ഞാൻ സ്വന്തം കുളിപ്പിച്ചോളൂ. എന്തുകൊണ്ടായി? കർമ്മപരമായ കണക്കുള്ള ചില പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നാട്ടിൽ ആവശ്യമാണ്. അതിൻ്റെ പുറമെ അത് ഉപകാരപ്പെടുകയും ചെയ്യും എന്ന് അനുഭവം വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എനിക്ക് ശ്രദ്ധിച്ചോ. വയുബാദറു ബിഗുസ്ലിഹി ഇദാ തുയഖിന മൗതു വയുബാദറു ബിഗുസ്ലി ഇദാ തുയഖിന മൗതു, മരിച്ചെന്ന് ഉറപ്പായി ആദ്യം ചെയ്യേണ്ടത് കട്ടിലിന് പോക്ക, അല്ല വില്യാപ്പള്ളി തുണിക്ക് പോയാലോ, അല്ല മക്കളൊക്കെ ഗൾഫിലാണ് ഓരറിയിക്കുക. എന്ന് ആദ്യം ചെയ്യേണ്ട ഒരാൾ മരിച്ചാൽ, ഒരാണോ പെണ്ണോ മരിച്ച ആദ്യം ചെയ്യേണ്ടത് എന്താ? വയുബാദറു ബിഗുസ്ലി ഇദാ തുയഖിന മൗതു, മൗത്ത് പോയി എന്ന് ഉറപ്പ് വന്നാൽ ആദ്യം നമ്മൾ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടത് കുളിപ്പിച്ചാട വെക്കലാണ്. അതാ ബിയാട് കുളിപ്പിക്കുക. മരിച്ചാൽ പെട്ടെന്ന് ഇടവളക്കാർ കുറച്ചാളും വരൂലേ, കുളിപ്പിച്ചാട് കൊണ്ടുവന്ന് കിടത്തുക. അറിഞ്ഞൂടാ കേട്ടോ. കഴിഞ്ഞ കൊല്ലൊരു സ്ഥലത്ത് നമ്മൾ പോയി നോക്കുമ്പോ കുറച്ചങ്ങ വില്യാപ്പള്ളി അംശത്തെ തന്നെയാ നമ്മളൊക്കെ ബന്ധപ്പെടുന്ന ഒരാളെ ഭാര്യ വീടാ. അയാളുടെ സ്നേഹം നമ്മളൊക്കെ നോക്കും. മയ്യത്ത് ഒരു കേടുവരാണ്ട് സൂക്ഷിക്കുന്ന ഒരു കറണ്ടിന്റെ പ്രയോഗമൊക്കെയുള്ള ബൾബ് ഇട്ട് അതിൻ്റെ അകത്ത് ഒരു ബൾബ് കത്തു നല്ല തണുപ്പുണ്ട്. ഒരു മാസം വെച്ചാലൊന്നും ആവൂല. അങ്ങനത്തെ ഒന്ന് കിടത്തിക്കാം മയ്യത്ത്. മക്കൾ വന്നിട്ടാ കുളിപ്പിക്കുന്നുള്ളൂ എന്നാ. ഇനി ആ ജഹിലത്തെ രണ്ടാവല്ലേ, നിങ്ങൾക്ക് മരിച്ചെന്ന് ഉറപ്പായി കുളിപ്പിച്ചടക്കെടുത്തുക. മക്കൾ വന്നിട്ട് എടുത്തോ. ഹമീദ് വിളിച്ച് ദുബൈന്ന് ഉപ്പാൻ എടുക്കറ്, ഞാൻ വന്നിട്ടേ എടുക്കാവൂ. ജമാല് വിളിച്ച് ഷാർജയെന്ന്, അതോ ഉപ്പാനെ കാണാണ്ട് പറ്റൂല, നിങ്ങൾ ഉപ്പാന്റെ സംഗതി ഒന്നും കൈക്കല്ല, ഞാൻ ഉടനെ എത്തും, ഞാളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ടിക്കറ്റ്. ഇന്ന് 3 മണിക്ക് മരിച്ചതാ.
അങ്ങനെ വൈകിട്ട് 5 മണിക്ക് ഷാർജയും ദുബൈന്നും വിളിച്ച് ഞങ്ങൾക്ക് ടിക്കറ്റ് റെഡിയാണ്, 7 മണിക്കാണ് കരിപ്പൂരെത്തും, നിങ്ങളയാളെ കൂട്ടാൻ ചമയി നമുക്കൊരു 10 ഉണ്ട് മയ്യത്തെടുക്കാം. എന്നാൽ ഇന്ന് 3 മണിക്ക് മരിച്ച മയ്യത്താടക്കെടുത്തുക, മക്കൾ വന്നാലാ മയ്യത്തെടുക്കുക. ഇനി ആ സ്വഭാവം വേണ്ടേ? എൻ്റെ ഇന്നത്തെ ഒറ്റ വാതുകൊണ്ടാകുന്നു മാറണം. എൻ്റെ എന്ത് ചെയ്യുക? കുളിപ്പിച്ചടക്കെടുത്ത അല്ല മൊയ്താറെ, ഇന്ന് 3:30 മണിക്ക് കുളിപ്പിച്ചിട്ട് നാളെ 10 മണിക്ക് ആ മയ്യത്തെടുക്കുന്ന മയ്യത്ത് എന്താ? ഒന്നും ആവുമല്ലടോ. വലോ ഖറജ ബഅദൽ ഗുസ്ലി നജസുൻ, മയ്യത്ത് കുളിപ്പിച്ച ശേഷം മയ്യത്തിൽ നിന്ന് കാഷ്ടമോ മൂത്രമോ രക്തമോ ഇന്ദ്രിയമോ എന്ത് വന്നാലും കുളിപ്പിച്ച കുളി മാത്രം മതി. രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറപ്പെട്ട വസ്തു നജീസാണെങ്കിൽ ഒരൽപ്പം വെള്ളം എടുത്ത് ആടൊന്ന് കഴുകിയാൽ റെഡി. രണ്ടാമത് മാറ്റി